റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിന്റെ PYQ ആണ്. ഇനി റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ഏരിയ ആദ്യം നമ്മൾ ടീച്ചിങ് പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഒരു ഐഡിയ തന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഒന്ന് ടൈപ്സ് ഓഫ് റിസർച്ച് ആണ്. അതായത് റിസർച്ച് പലതരത്തിലുള്ള റിസർച്ച് ഉണ്ടല്ലോ, എക്സ്പെരിമെന്റൽ റിസർച്ച്, പിന്നെ അതുപോലെ തന്നെ എക്സ്പോസ്റ്റ് ഫാക്ടോ റിസർച്ച്, അങ്ങനെ ടൈപ്സ് ഓഫ് റിസർച്ച് അവരെപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. പിന്നെ വരുന്നത് റിസർച്ചിനകത്ത് ICT എങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, അതായത് ടെക്നോളജി വളർന്നതനുസരിച്ചിട്ട് അത് റിസർച്ചിനെ ഏതൊക്കെ രീതിയിൽ എഫക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ റിസർച്ച് ഏറ്റവും കൂടുതൽ നേരിടുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് AI ഒക്കെ വന്ന് പിന്നെയാണ് പ്ലേജിയറിസം. ഇതൊക്കെ ഭയങ്കരമായിട്ട് കൂടി. അപ്പൊ ഈ പ്ലേജിയറിസം ചെക്ക് ചെയ്യാനുള്ള സോഫ്റ്റ്വെയറുകൾ വന്നിട്ടുണ്ട്. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പൊ ചോദിക്കുന്നുണ്ട്. അതായത് പ്ലേജിയറിസം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ മറ്റൊരാളുടെ വർക്ക് അങ്ങനെ തന്നെ കോപ്പി ചെയ്ത് വെക്കുന്നതാണ്. അങ്ങനെ തന്നെ കോപ്പി ചെയ്ത് വെക്കണം എന്നില്ല, അവിടുന്ന് ഇവിടുന്നൊക്കെ കുറച്ചൊക്കെ എടുത്ത് നമ്മൾ എഴുതി വെച്ചാലും അതൊക്കെ പ്ലേജിയറിസം തന്നെയാണ്. പ്ലേജിയറിസം എന്ന് പറയുമ്പോൾ പലതരം പ്ലേജിയറിസം ഉണ്ട്. നമ്മൾ ഒരു കാര്യം അങ്ങനെ തന്നെ കോപ്പി അടിച്ച് വെക്കുന്നത്, പല സോഴ്സുകളിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഒരു റിസർച്ച് പേപ്പർ എഴുതി ഉണ്ടാക്കുന്നത്, ഇതെല്ലാം നമ്മൾ പ്ലേജിയറിസം ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുക. സോ ആ പ്ലേജറിസം ചെക്ക് ചെയ്യാനുള്ള ഡിഫറെന്റ് ആപ്പുകൾ, ഇതൊക്കെ നമുക്ക് ഇപ്പം ഒരു ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ആ ഒരു ഏരിയയിൽ നിന്നൊക്കെ കൂടുതൽ ക്വസ്റ്റ്യൻസ് റിസർച്ച് റിലേറ്റഡ് ആയിട്ട് കാണാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചോദിക്കുന്ന മറ്റൊരു ഏരിയ ആണ് റിസർച്ച് റിലേറ്റഡ് ആയിട്ട് നമ്മൾ റിസർച്ച് പേപ്പർ എഴുതുമ്പോൾ അതിനകത്ത് ഉപയോഗിക്കുന്ന ചില അബ്രീവിയേഷൻസ് ഉണ്ടല്ലോ, അത് ചോദിക്കാറുണ്ട്. പിന്നെ ഇതൊക്കെയാണ് നമ്മൾ മേജർ ആയിട്ട് നമ്മൾ നോക്കി വെക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ ടൈപ്സ് ഓഫ് റിസർച്ചും പിന്നെ ഹൈപ്പോത്തിസിസ് എന്താണ്, പിന്നെ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ചില ടെസ്റ്റുകൾ, ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യുന്ന ഡിഫറെന്റ് മെത്തേഡുകൾ, അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കുറച്ച് ഏരിയ ഒക്കെ ഇപ്പൊ ചോദിച്ച് കാണാറുണ്ട്. അതൊന്നും അങ്ങനെ ഇൻഡെപ്ത് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. എല്ലാത്തിനെ പറ്റിയിട്ടും ഒരു ധാരണ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ റിസർച്ചിൽ നിന്നൊന്നും ഇപ്പം വെയിറ്റേജ് നോക്കുകയാണെങ്കിൽ റിസർച്ചിൽ നിന്നും ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒന്നും ഇപ്പൊ കാണുന്നില്ല. പണ്ടത്തെ പോലെ റിസർച്ചിൽ നിന്ന് 4-5 ക്വസ്റ്റ്യൻസ് ഒന്നും ഇപ്പൊ കാണുന്നില്ല. 3 ക്വസ്റ്റ്യൻ ഒക്കെയാണ് ഇപ്പൊ റിസർച്ചിൽ നിന്ന് പലപ്പോഴും കാണാറുള്ളത്. അപ്പൊ റിസർച്ചിന്റെ വെയിറ്റേജ് കുറച്ച് കുറഞ്ഞതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പല എക്സാംസിനും. ഞാൻ എല്ലാ പേപ്പറിന്റെ കേസ് അല്ല പറയുന്നത്. ചില പേപ്പറിനൊക്കെ റിസർച്ചിന് ഒട്ടും വെയിറ്റേജ് ഇല്ലാത്ത പോലെ തോന്നിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം നമ്മൾ പഠിക്കേണ്ടതല്ല, കാരണം ഓരോ തവണയും ഇത് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ റിസ്ക് എടുക്കരുത്, നമ്മളെല്ലാം നോക്കി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 4 approaches to knowing answers to research question according to Kerlinger. കേർലിംഗറിനെ സംബന്ധിച്ചിടത്തോളം റിസർച്ച് ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന 4 അപ്രോച്ചുകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. അപ്പൊ അതിനകത്ത് 6 മെത്തേഡുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് 4 മെത്തേഡാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. കേർലിംഗറിനെ സംബന്ധിച്ചിടത്തോളം ഒരു റിസർച്ച് ക്വസ്റ്റ്യന്റെ ആൻസർ ആവാൻ അല്ലെങ്കിൽ ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന 4 അപ്രോച്ചുകളാണ്. അപ്പൊ മെത്തേഡ് ഓഫ് ടെനാസിറ്റി, മെത്തേഡ് ഓഫ് ഇൻറ്റ്യൂഷൻ, മെത്തേഡ് ഓഫ് അതോറിറ്റി, മെത്തേഡ് ഓഫ് സയൻസ്, മെത്തേഡ് ഓഫ് ക്രിയേറ്റിവിറ്റി, മെത്തേഡ് ഓഫ് നോൺ ഫങ്ഷനാലിറ്റി. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കാണാറുണ്ട്. അതായത് ഏതെങ്കിലും ഒരു ഫിലോസഫർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തിങ്കറിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ കാണാറുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ തിങ്കറിന്റെ ഈ ഒരു കോൺസെപ്റ്റ് അറിയില്ലെങ്കിൽ നമുക്ക് ഇതിന് ആൻസർ ചെയ്യാൻ പറ്റില്ല. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. നമുക്കിത് അറിയില്ലെങ്കിൽ നമുക്ക് ആ മാർക്ക് പോയി. പിന്നെ നമുക്ക് ഇവിടെയും ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് വൈൽഡ് ഗസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് വൈൽഡ് ഗസ് ചെയ്യാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരു ഐഡിയ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് സെൻസിബിൾ ആണെന്ന് തോന്നുന്നത് അങ്ങ് കറക്റ്റ് ആണെന്ന് വിചാരിച്ച് നമ്മൾ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഒരു തവണ ഈ ഒരു ഓഥറിനെ കേട്ടിട്ടുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ഇത് ഉപകാരപ്പെടും. അതാണ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നതിന്റെ ഒരു ഗുണം. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം അതാണ്. നമ്മൾ ഒരു തവണ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ഓഥറിനെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് നോട്ട് ചെയ്ത് വെക്കുക. വേറെ എവിടെയെങ്കിലും ഈ ഓഥറിനെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു ഫിലോസഫറിനെ കാണുന്ന സമയത്ത് ഇയാൾ എന്താണെങ്കിലും ആവില്ല, കാരണം ഇയാൾ ഇന്ന തിയറി പറഞ്ഞ ആളാണല്ലോ, അപ്പൊ അയാൾ എന്തായാലും ഇത് പറയാൻ സാധ്യതയില്ല. അങ്ങനെ മറ്റൊരു ക്വസ്റ്റ്യന് ഒരു ഓപ്ഷൻ ഒമിറ്റ് ചെയ്യാനെങ്കിലും നമ്മളെ സഹായിക്കും നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നത് കൊണ്ട്. അപ്പൊ ചിലപ്പോൾ ആൻസർ ആയിട്ട് വന്നില്ലെങ്കിൽ ഇതല്ല ആൻസർ എന്ന് നമ്മളെ മനസ്സിലാക്കി തരാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതിനാണ് ക്വസ്റ്റ്യൻ പേപ്പർ കൂടുതൽ വർക്കൗട്ട് ചെയ്യണം ഞാൻ എപ്പോഴും പറയുന്നു. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മടുപ്പായിട്ട് തോന്നുന്നുണ്ടാവും, അത് എപ്പോഴും പറയുന്നതാണല്ലോ. ഞാനത് എപ്പോഴും പറയുന്നതിന്റെ കാരണം ഇതാണ്. ഓക്കെ,
അപ്പൊ നമ്മുടെ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്. അതായത് മെത്തേഡ് ഓഫ് ടെനാസിറ്റി, മെത്തേഡ് ഓഫ് ഇൻറ്റ്യൂഷൻ, മെത്തേഡ് ഓഫ് അതോറിറ്റി ആൻഡ് മെത്തേഡ് ഓഫ് സയൻസ്. അപ്പൊ എന്താണ് ആ 3 മെത്തേഡുകൾ എന്നുള്ളത് നോക്കാം. ഓക്കെ, ഇതിനകത്ത് എല്ലാം കൊടുത്തിട്ടുണ്ട്. 3 മെയിൻ ക്രൈറ്റീരിയ ഹാവ് ബീൻ സ്റ്റേറ്റഡ് ബൈ കേർലിംഗർ ടു ഡിറ്റർമൈൻ എ ഗുഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി പ്രോബ്ലം. അതായത് കേർലിംഗർ 3 ക്രൈറ്റീരിയ ആണ് മെയിൻ ആയിട്ട് ഒരു റിസർച്ച് പ്രോബ്ലത്തിനെ ഡിറ്റർമൈൻ ചെയ്യാൻ ഈ 3 ക്രൈറ്റീരിയ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ 3 ക്രൈറ്റീരിയ എന്ന് പറയുന്നത് വേരിയബിളുകൾ തമ്മിലുള്ള ബന്ധം, അതുപോലെ തന്നെ പിന്നെ എത്രത്തോളം ക്ലാരിറ്റിയിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്, പിന്നെ ഇറ്റ് ഷുഡ് ബി പോസിബിൾ ടു സബ്ജക്ട് ടു സയന്റിഫിക് ഓർ എംപിരിക്കൽ ടെസ്റ്റിംഗ്. അതായത് ഒരു റിസർച്ച് നല്ലതാവണമെങ്കിൽ വേരിയബിളുകൾ തമ്മിലുള്ള ബന്ധം നമ്മൾ നോക്കണം. അതുപോലെ തന്നെ ആ ഒരു റിസർച്ച് ക്വസ്റ്റ്യൻ വളരെ ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ അതിനൊരു ടെസ്റ്റിംഗ് നമുക്ക് നടത്താൻ പറ്റണം. എന്നാലല്ലേ നമുക്കൊരു കാര്യം എഴുതുന്ന സമയത്ത് 2 വേരിയബിളുകൾ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൈപ്പോത്തിസിസിൽ 2 വേരിയബിളുകൾ കാണും. അപ്പോൾ ഒരു ഹൈപ്പോത്തിസിസ് നമ്മൾ മേക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് 2 വേരിയബിൾ കാണും. 2 വേരിയബിൾ എന്ന് പറയുമ്പോൾ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ സ്മോക്കിംഗ് കോസസ് ക്യാൻസർ എന്നാണ് എന്റെ റിസർച്ച് എന്ന് വിചാരിച്ചോ. അപ്പൊ സ്മോക്കിങ്ങും ക്യാൻസറുമാണ് എന്റെ വേരിയബിൾ. അപ്പൊ ഈ 2 വേരിയബിളും തമ്മിലുള്ള ബന്ധത്തിനെ എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് സ്ഥാപിക്കാൻ പറ്റണം. എന്നാലാണ് എന്റെ ആ റിസർച്ച് ക്വസ്റ്റ്യൻ പ്രോപ്പർ ആണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ അതേപോലെ തന്നെ എനിക്കിത് വളരെ ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പൊ എന്റെ റിസർച്ച് ഹൈപ്പോത്തിസിസ് എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്യാൻ പറ്റണം. പിന്നെ അതുപോലെ തന്നെ എനിക്കിത് ടെസ്റ്റ് ചെയ്യാൻ പറ്റണം. എന്നാലും എനിക്കിത് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ എനിക്ക് ഒരിക്കലും ടെസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു റിസർച്ചാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ എങ്ങനെയാണ് എനിക്കത് സമർത്ഥിക്കാൻ പറ്റുക? ഞാൻ പറഞ്ഞ കാര്യം ശരിയാണെന്ന് എങ്ങനെ എനിക്ക് വാദിക്കാൻ പറ്റും എനിക്കത് പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ? അപ്പൊ ഞാൻ എടുക്കുന്ന റിസർച്ച് ഹൈപ്പോത്തിസിസ് എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നത് കൂടി ആയിരിക്കണം. ഇത് 3നെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഒരു റിസർച്ച് ഹൈപ്പോത്തിസിസ് നല്ലതാണോ എന്നുള്ളത് തീരുമാനിക്കുന്നത് എന്നാണ് ആര് പറയുന്നത്? കേർലിംഗർ പറയുന്നത്. ഓക്കെ, ഇനി കേർലിംഗർ 4 ക്വസ്റ്റ്യൻസ്, 4 അപ്രോച്ചസ് ആണ് വേണ്ടത് ടു നോ ദി ആൻസേഴ്സ് ടു റിസർച്ച് ക്വസ്റ്റ്യൻ. അപ്പൊ എന്താണ് റിസർച്ച് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? റിസർച്ച് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ റിസർച്ച് പ്രോബ്ലം ആണ്. ഇപ്പൊ ഞാനൊരു ടോപ്പിക് എടുക്കുകയാണെങ്കിൽ എന്റെ ടോപ്പിക് ആണ് റിസർച്ച് ക്വസ്റ്റ്യൻ. അതായത് ഇപ്പൊ ഞാൻ പറയുകയാണ് സ്മോക്കിംഗ് കോസസ് ക്യാൻസർ, അതെന്റെ റിസർച്ച് ആണ്. അപ്പൊ എന്റെ റിസർച്ച് ക്വസ്റ്റ്യൻ എന്താണ്? സ്മോക്കിംഗ് ക്യാൻസറിന് കാരണമാകുമോ എന്നുള്ളതാണ് എന്റെ റിസർച്ച് ക്വസ്റ്റ്യൻ. ആ റിസർച്ച് ക്വസ്റ്റ്യനിൽ നിന്നാണ് ഞാൻ എവിടേക്ക് എത്തിയത്? സ്മോക്കിംഗ് കോസസ് ക്യാൻസർ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിയത്. അപ്പൊ ഒരു റിസർച്ച് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ 4 അപ്രോച്ചുകൾ വേണം എന്നാണ് കേർലിംഗർ പറയുന്നത്. അപ്പൊ ആ ഓരോ അപ്രോച്ചും എന്താണെന്ന് നോക്കാം, ഓരോ മെത്തേഡും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, മെത്തേഡ് ഓഫ് ടെനാസിറ്റി. മെത്തേഡ് ഓഫ് ടെനാസിറ്റി എന്ന് പറയുന്നത് പീപ്പിൾ ഫേംലി ഹോൾഡ് ഓൺ ടു ദ ട്രൂത്ത്. സംതിങ് ഈസ് ട്രൂ ബിക്കോസ് ഇറ്റ് ഈസ് നോൺ ടു ബി ട്രൂ ഫോർ ലോങ്. ചില കാര്യങ്ങൾ നമ്മൾ ട്രൂ ആണെന്ന് വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ്? കുറെ നാളുകളായിട്ട് അത് അവിടെ ഉണ്ട്, അല്ലെ? ചില കാര്യങ്ങൾ അങ്ങനെയല്ലേ. എന്തുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ നാളായിട്ട് എല്ലാവരും ഇത് തന്നെയാ ചെയ്യുന്നേ, അതുകൊണ്ട് നമ്മൾ അത് ചെയ്യുന്നു. അപ്പൊ നമ്മൾ അതിന്റെ ട്രൂത്ത് അല്ലെങ്കിൽ നമ്മൾ അതിന്റെ സത്യാവസ്ഥ നമ്മൾ എങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത്? കുറെ നാളുകളായിട്ട് ഇവിടെ ഉണ്ട് എന്നുള്ളത് അതൊരു ഉറപ്പാണ്, അല്ലെ? ഇത്രയും നാളായിട്ട് ഇവിടെ ഉള്ളതാണ്, അപ്പൊ നമുക്ക് അതിനെ വിശ്വസിക്കാം, അല്ലെ? ഇപ്പൊ നമ്മൾ ചില കടയൊക്കെ കാണുമ്പോൾ നമ്മൾ പറയില്ല ഇത് എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ളതാണ്. അപ്പൊ നമ്മൾ പറയുമ്പോൾ നമുക്ക് അതൊരു ഒരു എന്താണ്, ഒരു ഒതന്റിസിറ്റി നമുക്ക് അവിടെ ഫീൽ ചെയ്യും. അതാണ് മെത്തേഡ് ഓഫ് ടെനാസിറ്റി കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഒരു റിസർച്ചിനെ നമ്മൾ ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഒന്ന് നോക്കുക എന്താണ്? ടെനാസിറ്റി മെത്തേഡാണ്. അതായത് എത്ര നാളുകളായിട്ടുള്ള കാര്യമാണ് അതെന്നുള്ളത് നോക്കും. അതൊരു മെത്തേഡാണ്. രണ്ടാമത്തെ മെത്തേഡ് എന്താണ്? മെത്തേഡ് ഓഫ് ഇൻറ്റ്യൂഷൻ അഥവാ മെത്തേഡ് ഓഫ് പ്രയറി. സെൽഫ് എവിഡന്റ് ഫാക്ട്സ് വിച്ച് എഗ്രി വിത്ത് റീസൺ. അതായത് ചില സെൽഫ് എവിഡന്റ് ആയിട്ടുള്ള ഫാക്ടുകൾ ഉണ്ടാവും. അതായത് നമുക്ക് ചില കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നുന്ന സെൽഫ് എവിഡന്റ് ആയിരിക്കും. അത് കാണുമ്പോൾ തന്നെ നമുക്കത് ശരിയാണെന്ന് തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്. അതാണ് മെത്തേഡ് ഓഫ് ഇൻറ്റ്യൂഷൻ. അതായത് നമുക്കൊരു ഇൻറ്റ്യൂഷൻ തോന്നുക ഇത് ശരിയാവും, അതൊക്കെ നമുക്ക് കാണുമ്പോൾ തോന്നുന്നുണ്ട് അത് ശരിയാവും എന്ന് തോന്നുന്നുണ്ട്. അതിനെയാണ് നമ്മൾ മെത്തേഡ് ഓഫ് ഇൻറ്റ്യൂഷൻ എന്ന് പറയാം, അഥവാ മെത്തേഡ് ഓഫ് പ്രയോറി. ഇനി മൂന്നാമത്തെ മെത്തേഡാണ് മെത്തേഡ് ഓഫ് അതോറിറ്റി. അതായത് ഇപ്പൊ നമ്മൾ പറയാണ് അത് ഇന്ന ആളുടെയാണ്, അപ്പൊ നമ്മൾ പറയാം ഇന്ന ആളുടെ ആണോ, അപ്പൊ പിന്നെ നമുക്ക് വിശ്വസിക്കാം, ട്രസ്റ്റ് ചെയ്യാം എന്ന് നമ്മൾ പറയില്ലേ. അതാണ് മെത്തേഡ് ഓഫ് അതോറിറ്റി. അതായത് ഒരു അതോറിറ്റിയുടെ ആണ് അത്. അതായത് ഇപ്പൊ നമ്മളൊരു പുസ്തകം വാങ്ങിക്കുമ്പോൾ ഇന്ന ഓതറിന്റെ ആണെന്ന് പറയുമ്പോൾ നമ്മൾ മിനിമം ഗ്യാരണ്ടി ഉണ്ടാവില്ല. ഇപ്പൊ ഒരു സിനിമ ഇന്ന ഡയറക്ടറിന്റെ ആണെന്ന് പറയുമ്പോൾ നമ്മൾ പറയില്ലേ അപ്പൊ അതിനൊരു മിനിമം ഗ്യാരണ്ടി ആണ്, ഇന്ന ഡയറക്ടറിന്റെ ആണോ, അപ്പൊ പിന്നെ പണം നല്ലതായിരിക്കും. അതാണ് മെത്തേഡ് ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്. അടുത്തത് മെത്തേഡ് ഓഫ്
സയൻസ് അതെന്താണ്? യൂസ് ദ സയന്റിഫിക് മെത്തേഡ് ആൻഡ് ടെസ്റ്റ് അപ്രോച്ച് ടു ക്ലാരിഫൈ ഡൗട്ട്. അതായത് സയന്റിഫിക് മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുക. അതാണ് മെത്തേഡ് ഓഫ് സയൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ 4 മെത്തേഡുകൾ വെച്ചിട്ടാണ് നമ്മളൊരു റിസർച്ച് ക്വസ്റ്റ്യന്റെ ഒതന്റിസിറ്റിയെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ മെത്തേഡ് ഓഫ് ടെനാസിറ്റി, മെത്തേഡ് ഓഫ് ഇൻറ്റ്യൂഷൻ ഓർ പ്രയറി, മെത്തേഡ് ഓഫ് അതോറിറ്റി ആൻഡ് മെത്തേഡ് ഓഫ് സയൻസ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. A researcher attempts to evaluate the effect of method of feeding on anxiety proneness of children. Which method of research would be appropriate for this? അതായത് നിങ്ങൾ ഇതിനെ പറ്റി മനസ്സിലാക്കുമ്പോൾ ഇപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ഇതിനകത്തൊരു കീവേഡ് ഉണ്ട്. അതായത് റിസർച്ചർ എന്തിനാ പഠിക്കുന്നത്? ഇവാലുവേറ്റ് ചെയ്യാണ്. റിസർച്ചർ അറ്റംപ്റ്റ്സ് ടു ഇവാലുവേറ്റ്. റിസർച്ചർ എന്താ ചെയ്യണത്? ഇവാലുവേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്താണ് ഇവാലുവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്? ഇഫക്റ്റ് ഓഫ് മെത്തേഡ് ഓഫ് ഫീഡിങ്. ഇഫക്റ്റ് ഓഫ് മെത്തേഡ് ഓഫ് ഫീഡിങ് ഓൺ ആങ്സൈറ്റി പ്രോൺനെസ് ഓഫ് ചിൽഡ്രൻ. അതായത് കുട്ടികളിലെ ആങ്സൈറ്റി പ്രോൺനെസ് എങ്ങനെയാണ് നമ്മൾ അതിന്റെ ഇഫക്റ്റ് പഠിക്കുന്നത്? ഇഫക്റ്റ് ഓഫ് മെത്തേഡ് ഓഫ് ഫീഡിങ്. അതായത് ഫീഡിങ്ങിന്റെ മെത്തേഡ് അനുസരിച്ചിട്ട് ആണ് എത്രത്തോളം ആങ്സൈറ്റി കുട്ടികളിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പൊ അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന റിസർച്ച് എന്ത് തരത്തിലുള്ള റിസർച്ച് ആയിരിക്കും എന്ന്. അപ്പൊ ഇവിടെ ഒരു കീവേഡ് ഉണ്ട്, ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഒരു ഇഫക്റ്റ് നമ്മൾ എപ്പോഴായിരിക്കും പഠിക്കുന്നത്? ഒരു കാര്യത്തിന്റെ ഇഫക്റ്റ്. ഇപ്പം ഒരുപാട് എന്താണ് മധുരം കഴിക്കുന്ന അല്ലെങ്കിൽ ബേക്കറി കഴിക്കുന്നതിന്റെ ഇഫക്റ്റിനെ പറ്റി നമ്മൾ പഠിക്കുക എപ്പോഴായിരിക്കും? ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കില്ലേ? അല്ലെ? ഇപ്പൊ ഞാൻ ഒത്തിരി മധുരം കഴിച്ചു, ആ കഴിച്ചു കഴിഞ്ഞിട്ടാണ് അത് പഠനം നടത്താൻ പറ്റുള്ളൂ. മധുരത്തിന്റെ ഇഫക്റ്റ് എന്താണെന്നുള്ളത്, ഒരു കാര്യത്തിന്റെ ഇഫക്റ്റ് എന്താണെന്നുള്ളത് എങ്ങനെയാ പഠിക്കുക? അത് കഴിഞ്ഞിട്ടാണ് പഠിക്കുക. അപ്പൊ അത് എന്ത് തരം മെത്തേഡ് ആയിരിക്കും? റിസർച്ച് ആയിരിക്കും. എക്സ് പോസ്റ്റ് ഫാക്ടോ മെത്തേഡ്. എക്സ്പോസ്റ്റ് ഫാക്ടോ എന്ന് പറയുന്നത് ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം പഠിക്കുവാണെങ്കിൽ ആ റിസർച്ചിനെയാണ് നമ്മൾ എക്സ്പോസ്റ്റ് ഫാക്ടോ എന്ന്. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് എക്സ്പെരിമെന്റിൽ വന്നില്ല എന്ന്. എല്ലാം എക്സ്പെരിമെന്റിൽ ആവണമെന്നുണ്ടോ? എല്ലാ ഇഫക്റ്റ് പഠിക്കുന്നത് എക്സ്പെരിമെന്റൽ ആവണമെന്നുണ്ടോ? ഇപ്പൊ കൾച്ചറിന് ഒരാളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് നെ പറ്റി നമ്മൾ പഠിക്കുവാണ്. അവിടെ എക്സ്പെരിമെന്റൽ ആയിരിക്കുമോ? എക്സ്പെരിമെന്റൽ എന്ന് പറയുമ്പോൾ ലാബിൽ കണ്ടക്ട് ചെയ്യുന്ന എന്താണ് നമ്പറുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നതാണ്. അപ്പോ എക്സ്പെരിമെന്റൽ ആവണം എന്ന് നിർബന്ധമില്ല, അല്ലെ? അപ്പൊ ഇഫക്റ്റ് എന്നുള്ള വേർഡ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പിച്ചോ അത് എന്ത് തരം റിസർച്ച് ആയിരിക്കും? എക്സ്പോസ്റ്റ് ഫാക്ടോ. എക്സ്പോസ്റ്റ് ഫാക്ടോ എന്ന് പറയുന്നത് ഒരു കാര്യം സംഭവിച്ചതിന് ശേഷം നമ്മൾ അതിനെ പഠനം നടത്തുന്നതിനെയാണ് എക്സ്പോസ്റ്റ് ഫാക്ടോ എന്ന് പറയാം. അപ്പൊ ആ ഇഫക്റ്റ് എന്നുള്ള വേർഡിൽ നിന്ന് നമുക്ക് എന്തിലേക്ക് എത്താം? എക്സ്പോസ്റ്റ് ഫാക്ടോ മെത്തേഡിലേക്ക് എത്താം. ക്ലിയർ ആണോ? അങ്ങനെയാണ് നമ്മൾ വേർഡ് വെച്ചിട്ട് ആൻസറിലേക്ക് എത്തുന്നത്. നമുക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിഞ്ഞില്ലെങ്കിൽ പോലും ആ വേർഡ് വെച്ചിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പൊ ഇഫക്റ്റ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ എന്ത് റിസർച്ച് ആണ്? എക്സ്പോസ്റ്റ് ഫാക്ടോ റിസർച്ച് ആണെന്നുള്ളത് അങ്ങ് പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി ഇവിടെ അതേ ഒരു ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് റിസർച്ച് ദ റിസർച്ചർ അറ്റംപ്റ്റ്സ് ടു ട്രേസ് ആൻ ഇഫക്റ്റ്. റിസർച്ചർ ഇഫക്റ്റിനെ ട്രേസ് ചെയ്യുന്ന മെത്തേഡ് ഇതിനകത്ത് ഏതാണ്? എക്സ്പോസ്റ്റ് ഫാക്ടോ. അപ്പൊ ഇഫക്റ്റ് എന്നുള്ള വേർഡ് കണ്ടാൽ അത് എക്സ്പോസ്റ്റ് ഫാക്ടോ. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഉത്തരത്തിലേക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു മെത്തേഡ്. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഭയങ്കര എളുപ്പമാണ്. സ്മാർട്ട് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ കുറെ കാണാതെ പഠിക്കുക എന്നുള്ളതല്ല, നമ്മൾ ആ കാര്യം കൃത്യമായി മനസ്സിലായി കഴിഞ്ഞാൽ എളുപ്പമാണിത്. ഞാൻ എല്ലാ ക്ലാസ്സിലും ഇത് തന്നെയാ പറയുന്നത്. ആ ഒരു ഐഡിയ കിട്ടിയോ? യാ, ഓക്കെ. അപ്പൊ ഇഫക്റ്റ് എന്ന് കാണുമ്പോ അപ്പൊ നിങ്ങളത് എവിടെയെങ്കിലും എഴുതി വെച്ചോ വേണമെങ്കിൽ. ഇഫക്റ്റ് എന്ന് കണ്ടാൽ അത് എക്സ്പോസ്റ്റ് ഫാക്ടോ. കീവേഡുകൾ നോട്ട് ചെയ്ത് പോവുക. ഒത്തിരി സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. അപ്പൊ കൂടുതൽ സമയം ഒന്നും കളയാതെ തന്നെ ഇഫക്റ്റ് എന്ന് കാണുമ്പോൾ തന്നെ ഇനി ചാടിക്കേറിയത് ആൻസർ ചെയ്യരുത്. നമ്മൾ ഒന്നും കൂടെ വായിച്ച് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക? ആൻസർ ചെയ്യുക. ഓക്കെ, എന്നാലും നമുക്കൊരു റഫ് ആയിട്ടൊരു ഐഡിയ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് ആർ യൂസ്ഡ് ഇൻ. ആക്ഷൻ ഉണ്ട്, അപ്ലൈഡ് ഉണ്ട്, എക്സ്പെരിമെന്റൽ ഉണ്ട്, ഹിസ്റ്റോറിക്കൽ ഉണ്ട്. ഫണ്ടമെന്റൽ റിസർച്ച് എന്താണ്? ഞാൻ ഒരു പുതിയ തിയറി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിസർച്ച് ചെയ്യുകയാണെങ്കിൽ അത് ഫണ്ടമെന്റൽ റിസർച്ച് ആണ്. ഇപ്പൊ ഞാൻ തിയറി കണ്ടുപിടിക്കുകയാണ്. അതായത് ഇപ്പം ഫോർ എവറി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്ന ആ ഒരു തിയറം കണ്ടുപിടിച്ച ഞാനാണെന്ന് വിചാരിച്ചോ. അപ്പൊ ഞാൻ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഫണ്ടമെന്റൽ റിസർച്ച്.
ക്ലിയർ ആണല്ലോ. ഫണ്ടമെന്റൽ റിസർച്ചിന്റെ റിസൾട്ട് എന്താണ്? ഒരു തിയറി ആയിരിക്കും. അപ്പൊ ഞാനൊരു തിയറി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു റിസർച്ച് നടത്തുവാണെങ്കിൽ അതിനെ ഫണ്ടമെന്റൽ റിസർച്ച് എന്നാണ് പറയാ. ഇനി ഞാനൊരു ഫണ്ടമെന്റൽ റിസർച്ചിലൂടെ ഒരു തിയറിയിലേക്ക് എത്തി. ഇനി ആ തിയറി ഞാൻ ഉപയോഗിക്കുന്നത് എന്തിനായിരിക്കും? ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും, അപ്ലൈഡ് റിസർച്ച് ആണ്. അപ്പൊ ഞാൻ എവിടെയെങ്കിലും ഫണ്ടമെന്റൽ റിസർച്ച് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പേർപ്പസ് എന്താണ്? ഏതെങ്കിലും രീതിയിൽ അത് അപ്ലൈ ചെയ്യാൻ നോക്കുന്നതാണ്. അവിടെയും ഞാൻ എന്തുകൊണ്ട് എക്സ്പെരിമെന്റൽ സെലക്ട് ചെയ്തില്ല? എല്ലാ റിസർച്ചും ഫണ്ടമെന്റൽ റിസർച്ചിന്റെ ആപ്ലിക്കേഷനും എക്സ്പെരിമെന്റൽ ആവണം എന്നില്ല. ഇപ്പോ ചില തിയറികള്, സോഷ്യൽ തിയറികൾ എനിക്ക് അപ്ലൈ ചെയ്യാം, ചില സോഷ്യൽ തിയറികൾ എനിക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ അതെങ്ങനെയാണ് എക്സ്പെരിമെന്റൽ ആവുക? അപ്പൊ എല്ലാം എക്സ്പെരിമെന്റൽ അല്ല. ക്ലിയർ ആയോ? അപ്പൊ എപ്പോഴും നമുക്കൊരു ടെൻഡൻസി വരും എക്സ്പെരിമെന്റൽ സെലക്ട് ചെയ്യാൻ. എക്സ്പെരിമെന്റൽ എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്. അത് എന്തൊക്കെയാണ്? അതിനകത്ത് ഒരു ലബോറട്ടറിയിൽ നടക്കുന്ന എക്സ്പെരിമെന്റ് ആയിരിക്കണം, അതായത് കൃത്യമായിട്ട് മാനിപ്പുലേറ്റീവ് ആയിരിക്കും. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് അത് എന്താവുന്നത്? എക്സ്പെരിമെന്റൽ ആവുന്നത്. പിന്നെ ഡേറ്റ നമ്പറിന്റെ രൂപത്തിലായിരിക്കും. ഇങ്ങനെ ഒത്തിരി ക്രൈറ്റീരിയകൾ വരുമ്പോഴാണ് നമ്മുടെ റിസർച്ച് നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റുന്നത്? എക്സ്പെരിമെന്റൽ ആണെന്ന് പറയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഇത് അപ്ലൈഡ് ആണ്. അപ്പൊ എന്തുകൊണ്ട് ആക്ഷൻ വന്നില്ല? അപ്ലൈഡും ആക്ഷനും തമ്മിൽ എന്താ വ്യത്യാസം? ആക്ഷൻ എപ്പോഴും ഇംപ്രൂവ്മെന്റ് അല്ലേ? ആക്ഷൻ എന്ന് പറയുന്നത് ഇംപ്രൂവ്മെന്റ് ആണ്. വെരി ഗുഡ്. പിന്നെ നമ്മൾ ക്വിക്ക് ആയിട്ടുള്ള റിസൾട്ടിനാണ്. അതായത് ഇപ്പോ ഞാൻ അന്ന് ഒരു എക്സാമ്പിൾ പറയണത് വിക്സാക്ഷൻ 500 എന്ന് ഓർത്താൽ മതി. വിക്സാക്ഷൻ 500 നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? തലവേദനയൊക്കെ വരുമ്പോഴാണ് അല്ലെ? അപ്പൊ പെട്ടെന്ന് ക്വിക്ക് റിലീഫ് എന്നാണ് വിക്സാക്ഷൻ 500ന്റെ പരസ്യം തന്നെ. ഈവൻ ദോ അത് WHO നിരോധിച്ചതാണെന്നൊക്കെ ആണെങ്കിലും വിക്സാക്ഷൻ 500ന്റെ ആഡ് എന്താ പറയുന്നത്? പെട്ടെന്ന് ക്വിക്ക് റിലീഫ് എന്നാ പറയുന്നത്. അപ്പൊ ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത് എന്താണ്? പെട്ടെന്നുള്ള റിസൾട്ടിനാണ്. അതായത് ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലത്തിന് ക്വിക്ക് ആയിട്ടൊരു സൊല്യൂഷൻ കണ്ടെത്തണം. നമ്മൾ ഏത് റിസർച്ച് ആയിരിക്കും ചെയ്യുക? ആക്ഷൻ റിസർച്ച് ആയിരിക്കും ചെയ്യുക. ഓക്കെ, അപ്പൊ ഫണ്ടമെന്റൽ റിസർച്ച് നമ്മൾ എവിടെയെങ്കിലും ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? അപ്ലൈഡ് റിസർച്ച് ആയിരിക്കും. അപ്പൊ ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത് ക്വിക്ക് ആയിട്ടുള്ള റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവിടെ നമ്മൾ എന്ത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു തിയറി തന്നെയാണ് നമ്മൾ അവിടെയും അപ്ലൈ ചെയ്യുന്നത്, നമുക്ക് ആ ഒരു റിസൾട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ അപ്ലൈഡ് റിസർച്ച് എന്ന് എടുത്തു പറയുമ്പോഴാണ് എന്താവുന്നത്? അതൊരു ഫണ്ടമെന്റൽ റിസർച്ചിന്റെ ആപ്ലിക്കേഷൻ ആവുന്നത്. അതായത് ഒരു ജനറൽ തിയറിയെ ഞാൻ എന്ത് ചെയ്യുവാണ്? അപ്ലൈഡ് ആയിട്ട് ഉപയോഗിക്കുകയാണ്. അതായത് ഞാനിപ്പം ഫോർ എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്ന ന്യൂട്ടന്റെ തേർഡ് ലോ ഓഫ് മോഷനെ ഞാൻ എവിടെയെങ്കിലും അപ്ലൈ ചെയ്യുവാണ്. ഇപ്പൊ ഗണ്ണിന്റെ റീകോയിലിംഗ് അല്ലെ, നമ്മൾ ഇപ്പം എയർ ഗണ്ണൊക്കെ യൂസ് ചെയ്തിട്ട് വെടിവെക്കുന്ന സമയത്ത് തോക്ക് പുറകിലേക്ക് വരും. അതിന്റെ കാരണം എന്താണ്? ഈ ന്യൂട്ടന്റെ തേർഡ് ലോ ഓഫ് മോഷൻ ആണ്. അതായത് ഫോർ എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതായത് ഗണ്ണിൽ നിന്ന് ബുള്ളറ്റ് മുമ്പിലേക്ക് പോകുമ്പോ അതിന് സമാനമായിട്ടുള്ള ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണ് എന്ത്? തോക്ക് പുറകിലേക്ക് വരിക എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതെന്താണ്? ന്യൂട്ടന്റെ തേർഡ് ലോ ഓഫ് മോഷന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് അല്ലെ. ഇപ്പൊ നമ്മൾ അത് ഉപയോഗിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം കണ്ടുപിടിക്കാം. ഇപ്പൊ നമ്മൾ അത് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആ ന്യൂട്ടന്റെ തേർഡ് ലോ ഉപയോഗിക്കുകയാണെങ്കിൽ അതെന്താണ്? അപ്ലൈഡ് റിസർച്ച് ആണ്. അവിടെ എന്താ നമ്മൾ ചെയ്തത്? ഈ ഫണ്ടമെന്റൽ റിസർച്ച് അപ്ലൈ ചെയ്തു. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 5ാമത്തെ ചോദ്യമാണ് ഐഡന്റിഫൈ ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇതിനകത്ത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ്. A hypothesis is made on the limited evidence as a starting point for further investigation. ശരിയാണ്. ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് മതിയായ തെളിവുകളില്ലാതെ നമ്മൾ പറഞ്ഞു വെക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. അത് പിന്നീട് എന്ത് വേണം? നമ്മൾ തെളിയിക്കണം അല്ലെ. അത് ഒരു റിസർച്ച് തുടങ്ങാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് അല്ലെ. അപ്പൊ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് എന്താണ്? പ്രൂഫ് ഇല്ലാത്ത ഒരു കാര്യമാണ്. അതെപ്പോഴാണ്? പ്രൂഫ് കൊടുക്കുമ്പോഴാണ് അത് എന്താവുന്നത്? തിയറി ആവുന്നത് അല്ലെ. അപ്പൊ ഞാനൊരു റിസർച്ച് തുടങ്ങുമ്പോൾ ഞാൻ പറയുവാണ് സ്മോക്കിംഗ് ക്യാൻസറിന് കാരണമാകുന്നു. എനിക്കൊരു ഉറപ്പുമില്ല, പക്ഷെ ഞാൻ റിസർച്ച് തുടങ്ങണ്ടേ? റിസർച്ച് തുടങ്ങുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് തുടങ്ങും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഈ പറഞ്ഞ കാര്യം ശരിയാണോ എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ കുറെ മെത്തേഡിലൂടെ അല്ലെങ്കിൽ കുറെ ഡേറ്റ ഒക്കെ കളക്ട് ചെയ്തിട്ട് ഞാൻ ഫൈനലി പറയും
therefore smoking causes cancer. അപ്പൊ ഞാൻ തുടങ്ങിയപ്പോ അത് ഹൈപ്പോത്തിസിസ് ആയിരുന്നു, അവസാനിക്കുമ്പോൾ അത് എന്തായി മാറി? തിയറി ആയി മാറി. അപ്പൊ തുടങ്ങുന്ന സമയത്ത് അത് ഹൈപ്പോത്തിസിസ് ആണ്, അതിന് മതിയായ എവിഡൻസുകളൊന്നും ഇല്ല. പിന്നെ ഇതിന്റെ എവിഡൻസുകളൊക്കെ വെച്ച് നമ്മൾ ഇതിനെ എന്ത് ചെയ്യുവാണ്? സമർത്ഥിക്കുവാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം ശരിയാണെന്ന്, അല്ലെ? അപ്പൊ സ്റ്റേറ്റ്മെന്റ് എ എന്താണ്? ട്രൂ ആണ്. നമ്മളടുത്ത് ഇൻകറക്റ്റ് ആയിട്ടുള്ളതാണ് ചോദിച്ചേക്കുന്നത്. രണ്ടാമത്തെ നോക്കിയേ, a hypothesis is a basis for reasoning without any assumption of its truth. അല്ലെ, അതൊരു ബേസിസ് ഫോർ റീസണിങ് ആണ്. പ്രത്യേകിച്ച് ട്രൂത്തിന് നമ്മൾ അസംഷൻ ഒന്നും ഇല്ല. ഇത് ട്രൂ ആയിരിക്കും എന്ന് നമ്മൾ ഉറപ്പൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഒരു അസംഷനിൽ അങ്ങ് പോവാണ്, അല്ലെ? അതും ശരിയാണ്. തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഹൈപ്പോത്തിസിസ് ഈസ് എ പ്രപ്പോസ്ഡ് എക്സ്പ്ലനേഷൻ ഫോർ എ ഫിനോമിനൻ. പ്രപ്പോസ്ഡ് എന്ന് പറയുമ്പോൾ അത് ഉറപ്പില്ലാത്ത ഒരു എക്സ്പ്ലനേഷൻ ആണ്, അല്ലെ, ഫോർ എ ഫിനോമിനൻ. അത് ഉറപ്പാവുന്ന എപ്പോഴാണ്? നമ്മൾ എവിഡൻസ് ഒക്കെ വന്ന് അല്ലെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങൾ അതിനെ ബാക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതൊരു തിയറി ആയിട്ട് മാറുന്നത്. ഇനി ലാസ്റ്റ് ഓപ്ഷൻ നോക്കിയേ, സയന്റിഫിക് ഹൈപ്പോത്തിസിസ് ഇസ് എ സയന്റിഫിക് തിയറി. നമ്മൾ ഈ സയന്റിഫിക് എന്നുള്ള വേർഡ് കാണുമ്പോൾ നമ്മൾ ഓക്കെ സയന്റിഫിക് ഹൈപ്പോത്തിസിസ് അല്ലേ, അങ്ങനെയാണെങ്കിൽ സയന്റിഫിക് തിയറി ആയിരിക്കുന്നു. ഇല്ല. എന്തുകൊണ്ടാണ്? അത് ഹൈപ്പോത്തിസിസ് തന്നെയാണ്. അത് സയന്റിഫിക്കോ ടെക്നിക്കലോ സോഷ്യലോ എന്തോ ഹൈപ്പോത്തിസിസ് ആയിക്കോട്ടെ, ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൂഫ് ഇല്ലാത്തതാണ്. അത് എന്ത് സയന്റിഫിക് ഹൈപ്പോത്തിസിസ് ആയാലും പ്രൂഫ് ഇല്ലാത്ത സാധനമാണ്. അതിനെ നമുക്ക് എങ്ങനെ തിയറി എന്ന് വിളിക്കാൻ പറ്റും? അത് എന്തായിക്കോട്ടെ. അപ്പൊ നമ്മൾ ആ സയന്റിഫിക് ഹൈപ്പോത്തിസിസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു തോന്നൽ വരും, സയന്റിഫിക് അല്ലേ, സയന്റിഫിക് എന്ന് പറയുമ്പോൾ പ്രൂഫ് ഇല്ലാതെ നമ്മൾ പറയുമോ? പക്ഷേ ഹൈപ്പോത്തിസിസ് ആണ്. സയന്റിഫിക് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ സയൻസ് മേഖലയിലെ ഒരു കാര്യത്തിനെ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഹൈപ്പോത്തിസിസ് ആണ്. എന്ത് തന്നെയാണ്? ഹൈപ്പോത്തിസിസ് തന്നെയാണ്. ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൂഫ് ഇല്ലാത്തതാണ്. അപ്പൊ അതെന്തായിരിക്കില്ല? തിയറി ആയിരിക്കില്ല. അപ്പൊ എന്താണ് നമ്മുടെ ആൻസർ? ഡി ആണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തന്നെ ഒരു വേർഡ് യൂസ് ചെയ്തിട്ടുള്ളത്. സയന്റിഫിക് ഹൈപ്പോത്തിസിസ് എന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ സയന്റിഫിക് അല്ലേ എന്ന്. അല്ല, ഹൈപ്പോത്തിസിസ് ആണ് അവിടുത്തെ വേർഡ്. ഏത് ഹൈപ്പോത്തിസിസ് ആണെങ്കിലും എന്താണ്? അതിന് പ്രൂഫ് ഇല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഡി ആണ് നമ്മുടെ ആൻസർ. റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഡി ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മളെ തെറ്റിക്കുന്നത്. അതായത് നമുക്ക് നമ്മൾ ഇതുപോലത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇങ്ങനെ മൈന്യൂട്ട് ആയിട്ടുള്ള ചില ആസ്പെക്ടുകൾ നമ്മൾ നോക്കാതെ ഇരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? മിസ്റ്റേക്ക് വരുന്ന കുറേ ആസ്പെക്ടുകൾ ഉണ്ട്. അപ്പൊ അത് നമ്മൾ കെയർഫുൾ ആയിരിക്കണം. അപ്പൊ നമുക്ക് നല്ല പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടായിരിക്കണം. ഞാൻ എപ്പോഴും പറയാ, നിങ്ങൾ എത്ര പഠിച്ചു എന്നുള്ളതല്ല മാറ്റർ, നിങ്ങൾ എക്സാം ഹാളിൽ എത്ര കൂളായിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം അത് ഞാൻ പറയാൻ കാരണം, നമ്മൾ ടെൻഷൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചില വാക്കുകൾ തന്നെ നമ്മൾ വിട്ടുപോകും. ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരുപാടല്ല, ഞാൻ 1-2 ക്വസ്റ്റ്യൻസ് അങ്ങനെ എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. നമ്മൾ ടെൻഷനിൽ വായിക്കുന്ന സമയത്ത് ചില നോട്ട് എന്ന് എഴുതിയത് കാണാതെ പോവുക, ഇൻകറക്റ്റ് എന്നുള്ളത് കാണാതെ പോവുക, ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ആൻസർ തന്നെ തെറ്റിപ്പോയി. അതേപോലെ എനിക്ക് ഒരു തവണ അബദ്ധം പറ്റിയതാണ് ഒരു എക്സാമിന്, അതായത് നെറ്റിന്റെ തന്നെ ഒരു എക്സാമിന് എനിക്ക് പറ്റിയ അബദ്ധമാണ്. ഞാൻ അത് OMR ആയിരുന്നപ്പോഴാണ് കേട്ടോ. ഇപ്പൊ ആ പ്രൊവിഷന് ഇപ്പൊ അത് പ്രശ്നമില്ല. OMR ആയിരുന്നപ്പോ, ഞാൻ ഇതിന്റെ ഒരു എക്സാമ്പിൾ പറയുന്നത് പല രീതിയിൽ ഇങ്ങനത്തെ അബദ്ധങ്ങൾ വരാം. അതായത് ഞാൻ 21st ക്വസ്റ്റ്യൻ ഞാൻ ലീവ് ചെയ്തു, അതിന്റെ ആൻസർ എനിക്ക് അറിയില്ല. ഞാൻ 22ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ആണ് മാർക്ക് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ബബിൾ ചെയ്തപ്പോ അത് 21ാമത്തെ ചോദ്യത്തിന്റെ അവിടെയായി ബബിൾ ചെയ്തത്. OMR ആണ്, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞാനൊരു 30ാമത്തെ ചോദ്യം എത്തിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ബബിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ മുകളിലാണെന്നുള്ളത്. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. 10 ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് കമ്പ്യൂട്ടറിലായതുകൊണ്ട് നമുക്ക് ഒരെണ്ണം ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും? കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊവിഷൻ ഉണ്ട്. അതുകൊണ്ട് അതവിടെ പ്രശ്നമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും വരും. മനസ്സിലായോ? അതായത് ഇതിപ്പോ ബബിൾ ചെയ്യുന്നത് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. പക്ഷെ അതല്ലാതെ വേറെ പല രീതിയിലും നമുക്ക് എന്ത് വരാം? മിസ്റ്റേക്കുകൾ വരാം. അതിന് പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് നല്ല പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടായിരിക്കണം. ഒരെണ്ണം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഭയങ്കര പ്രസൻസ് ഓഫ് മൈൻഡ് നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എക്സാമിന്റെ സമയത്ത് നിങ്ങൾ ഭയങ്കര കൂളായിട്ട് പോവാന്നുള്ളതാണ്. ഒത്തിരി കാര്യങ്ങളൊക്കെ ആലോചിച്ച് അയ്യോ ഇത് എനിക്ക് കിട്ടുമോ, ആ ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നു, ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നു. പിന്നെ DI ഒക്കെ കാണുന്ന സമയത്ത് പലരും പറയാറുണ്ട് DI 5 എണ്ണം ഒന്നും മനസ്സിലാവാതെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ളതെല്ലാം ടെൻഷനായിട്ട് തെറ്റിച്ചു എന്ന്.
ആ DI നിങ്ങൾക്ക് 5 ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് ആ സമയത്ത് അത് അവിടെ ലീവ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും ഞാൻ ക്ലാസ്സിൽ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ DI വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്പോൾ ക്ലാരിറ്റി ഒന്നും കിട്ടുന്നില്ലെങ്കിൽ തൽക്കാലം ആ ക്വസ്റ്റ്യൻ അവിടെ ലീവ് ചെയ്യുക. എന്നിട്ട് മറ്റുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ട് സമാധാനത്തോടെ വന്ന് ചെയ്യുക. ഒന്നുകൂടെ ചെയ്യുമ്പോൾ അത് കിട്ടും. എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ ധൃതിയിൽ ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് പാനിക്കായി ചെയ്യുമ്പോൾ അതിന്റെ ആൻസർ ചിലപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തതിൽ മിസ്റ്റേക്ക് വരും. എനിക്ക് പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്, 2x2 ഒക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ 3x2 ഒക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ 9 എന്ന് എഴുതുക, അല്ലെങ്കിൽ 3+3 6 എന്ന് എഴുതേണ്ടടുത്ത് 3x3 9 ആയി പോവുക. ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകളൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യുമ്പോൾ വരാൻ ചാൻസ് ഉള്ള മിസ്റ്റേക്കുകളാണ്. നമ്മൾ ഇത് ഭയങ്കര നിസ്സാരമായിട്ട് വിചാരിക്കും, പക്ഷെ അത് നമ്മൾ ഇത്തിരി സമാധാനത്തോടെ തിരിച്ചു വന്നിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ മിസ്റ്റേക്കിനുള്ള സാധ്യത കുറയും. അതായത് നമ്മൾ ധൃതിയിൽ ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ. നമുക്കറിയാം 3+3 ആണ് ചെയ്യേണ്ടതെന്ന്, പക്ഷെ ചിലപ്പോൾ ചെയ്തു വരുമ്പോൾ നമ്മൾ അറിയാതെ 3x3 ചെയ്തു പോകും. അപ്പൊ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പൊ കുറച്ച് ടെൻഷൻ ഉണ്ട് ആ സമയത്ത് അത് ചെയ്യുമ്പോൾ എന്നുണ്ടെങ്കിൽ അത് അവിടെ ലീവ് ചെയ്തിട്ട് ബാക്കിയുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് അത് ചെയ്യുവാണെങ്കിൽ അവിടെ നമുക്ക് ആ മിസ്റ്റേക്ക് അവോയ്ഡ് ചെയ്യാം. ഓക്കെ, 6th question നോക്കാം. A researcher is interested in studying the prospects of a particular political party in an urban area. ഒരു റിസർച്ചർ എന്താ ചെയ്യണത്? ഒരു പെർട്ടിക്കുലർ പൊളിറ്റിക്കൽ പാർട്ടിയുടെ, ഒരു urban ഏരിയയിൽ ഒരു പെർട്ടിക്കുലർ പൊളിറ്റിക്കൽ പാർട്ടിയുടെ പ്രോസ്പെക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എത്രത്തോളം സാധ്യതയുണ്ട് ആ സ്ഥലത്ത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു റിസർച്ച് ചെയ്യുവാണ്. ഓക്കെ, വാട്ട് ടൂൾ ഷുഡ് ഹി പ്രിഫർ ഫോർ ദ സ്റ്റഡി? അതായത് ഇപ്പൊ നമ്മൾ പ്രിഫറൻസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട്, അതായത് നമുക്ക് എത്രത്തോളം ഒരു കാര്യം ഇഷ്ടപ്പെട്ടു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായിരിക്കും യൂസ് ചെയ്യുക? റേറ്റിംഗ് സ്കെയിൽ അല്ലേ. ഇപ്പൊ നമ്മൾ സ്വിഗ്ഗി സൊമാറ്റോയിലൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്നിട്ട് സ്റ്റാർ തരും. നമ്മൾ ആമസോണിൽ ഒരു സാധനം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്നിട്ട് സ്റ്റാർ ഉണ്ടാവും. അപ്പൊ നമ്മൾ ആ സ്റ്റാറിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ 1 സ്റ്റാർ 2 സ്റ്റാർ 3 സ്റ്റാർ 4 സ്റ്റാർ 5 സ്റ്റാർ ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ നമ്മുടെ ലൈക്കിങ് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മെത്തേഡ് എന്താണ്? റേറ്റിംഗ് സ്കെയിൽ ആണ്. അപ്പൊ ഇവിടെ റിസർച്ചർ ഇസ് ഇൻട്രസ്റ്റഡ് ഇൻ സ്റ്റഡിയിങ് ദി പ്രോസ്പെക്ട്സ് ഓഫ് എ പെർട്ടിക്കുലർ പൊളിറ്റിക്കൽ പാർട്ടി. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പ്രോസ്പെക്ട് എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ പൊളിറ്റിക്കൽ പാർട്ടിയെ ആ ഒരു പ്രദേശത്തുള്ളവർ എത്രത്തോളം അംഗീകരിക്കുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാനാണെങ്കിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? റേറ്റിംഗ് സ്കെയിൽ ആണ് യൂസ് ചെയ്യുക. ഇനി എന്താണ് സ്കെഡ്യൂളും ക്വസ്റ്റ്യനെയറും? രണ്ടും സിമിലർ ആണ്. ക്വസ്റ്റ്യനെയർ എന്താണ് കേട്ടിട്ടുണ്ടാവും. ഈ സർവേ ഒക്കെ നടത്തുമ്പോൾ ഇപ്പൊ നമ്മൾ പണ്ടൊക്കെ, ഇപ്പൊ എനിക്ക് ഉണ്ടോന്ന് അറിയില്ല, ഈ പഞ്ചായത്തിൽ നിന്നൊക്കെ വന്നിട്ട് എന്താണ് കുറെ ചോദ്യാവലി തരും, എന്നിട്ട് നമ്മുടെ അടുത്ത് ടിക്ക് ഇടാൻ തരും അല്ലെ? ഉണ്ട്, ഇല്ല, പിന്നെ അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ട് അത് ഇപ്പൊ ഈ പ്രത്യേകിച്ച് പകർച്ച പനികളൊക്കെ ഉണ്ടാവുന്ന സമയത്താണ് ഹെൽത്തിൽ നിന്നൊക്കെ ആള് വന്നിട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനെയർ പൂരിപ്പിച്ചിട്ട് കൊടുക്കാനൊക്കെ പറയും. അത് അവര് ഡേറ്റ കളക്ട് ചെയ്യുന്നതാണ്. അപ്പൊ അതിന് ക്വസ്റ്റ്യനെയർ എന്നാണ് പറയാ. അപ്പൊ എന്താണ് ഈ സ്കെഡ്യൂൾ എന്ന് പറയുന്നത്? ഇതേപോലെ ചോദ്യാവലി പ്രിപ്പയർ ചെയ്യുന്നതാണ്. പക്ഷെ ക്വസ്റ്റ്യനെയർ എന്ന് പറയുമ്പോൾ ആ ചോദ്യം നമുക്ക് തന്നിട്ട് നമ്മൾ തനിയെ ടിക്കിട്ടിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കണം. അതേസമയം സ്കെഡ്യൂൾ എന്ന് പറയുമ്പോഴോ അവിടെ നമ്മളല്ല അത് ചെയ്യണത്, നമ്മളടുത്തുനിന്ന് അവര് തന്നെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് നമ്മളെ സഹായിച്ചെന്ന് പറയുമ്പോൾ ആ ചോദ്യം വായിച്ച് നമുക്കത് മനസ്സിലാക്കി തന്നിട്ട് നമ്മളടുത്തുനിന്ന് അതിന്റെ ആൻസർ എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കി അവര് തന്നെ ടിക്ക് ചെയ്യുന്നതിനെയാണ് സ്കെഡ്യൂൾ എന്ന് പറയാ. അപ്പൊ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ചോദ്യാവലി നമ്മൾ വായിച്ച് നമ്മൾ മനസ്സിലാക്കി നമ്മൾ തന്നെ ടിക്ക് ഇടുന്നു. സ്കെഡ്യൂൾ എന്ന് പറയുമ്പോൾ അവിടെ നമുക്കൊരു അസിസ്റ്റൻസ് ഉണ്ട്, മറ്റൊരാൾ വന്ന് അത് വായിച്ചു തന്ന് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തന്നിട്ടായിരിക്കും അത് ചെയ്യുന്നത്. അതാണ് വ്യത്യാസം. ഇനി ഇന്റർവ്യൂ നിങ്ങൾക്ക് അറിയാലോ എന്താണ്? നമ്മൾ ഒരു ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി മറ്റൊരാളെ ഇന്റർവ്യൂ ചെയ്യുന്നതിനെയാണ് ഇന്റർവ്യൂ എന്ന് പറയാ. ഇന്റർവ്യൂ എപ്പോഴും എന്ത് തരം റിസർച്ചിലായിരിക്കും ഉപയോഗിക്കുക? ക്വാളിറ്റേറ്റീവ് റിസർച്ചിലായിരിക്കും. ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുമ്പോൾ ഡേറ്റ നമ്പറിന്റെ രൂപത്തിലായിരിക്കില്ല. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുമ്പോഴോ നമ്മൾ കളക്ട് ചെയ്യുന്ന ഡേറ്റ ഒക്കെ നമ്പറിന്റെ രൂപത്തിലായിരിക്കും. അപ്പൊ ക്വാളിറ്റേറ്റീവ് ആണെങ്കിലോ വേർഡ്സിന്റെ രൂപത്തിലായിരിക്കും ഡേറ്റ. അപ്പോ ഈ പറയുന്ന ഇന്റർവ്യൂ ഒക്കെ നടത്തുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതിന് ആൻസർ എന്താണ്? ബി ആണ്. ഓക്കെ ആണല്ലോ അല്ലെ? 7ാമത്തെ ചോദ്യം. One way to measure the extent to which a measure is free of random error. നമ്മള് ഒരു കാര്യം ചെയ്യുമ്പോൾ റാൻഡം എറർ അവോയ്ഡ് ചെയ്യാൻ. അപ്പൊ എന്താണ് ഈ റാൻഡം എറർ? നമ്മുടെ കയ്യബദ്ധം എന്നൊക്കെ നമ്മൾ പറയില്ലേ, നമ്മൾ മനഃപൂർവ്വം തെറ്റിയതല്ല, ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാത്ത കാരണം തെറ്റിയതാണ്. അങ്ങനത്തെ റാൻഡം എറേഴ്സ് അവോയ്ഡ് ചെയ്യാൻ
എന്ത് മെത്തേഡാണ് ഉപയോഗിക്കേണ്ടതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കോണ്ടന്റ് വാലിഡിറ്റി, എക്സ്പെരിമെന്റർ ബയസ്, ടെസ്റ്റ് റീടെസ്റ്റ് റിലയബിലിറ്റി, ഡിമാൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇവിടെ നമ്മുടെ ആൻസർ ടെസ്റ്റ് റീടെസ്റ്റ് ആണ്. ടെസ്റ്റ് റീടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത ടെസ്റ്റിനെ ഒന്നും കൂടെ ചെയ്യുക. അപ്പോ ആ റാൻഡം എറർ നമുക്ക് അവോയ്ഡ് ചെയ്തൂടെ? ഇപ്പൊ പലപ്പോഴും നമ്മൾ പറയാറില്ലേ, ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ എഴുതി നോക്കിയിട്ട് ടീച്ചേഴ്സ് ചെറിയ ക്ലാസ്സിൽ പറയാറുണ്ട്, എഴുതിയതൊക്കെ ഒന്നും കൂടെ വായിച്ചു നോക്കി എന്തെങ്കിലും തെറ്റുണ്ടോന്ന്. അതെന്തിനാണ്? റാൻഡം എറർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അറിയാവുന്നത് തന്നെയായിരിക്കും, പക്ഷെ പെട്ടെന്ന് ധൃതിയിൽ എഴുതിയപ്പോ മാറിപ്പോയതായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കത് ഒന്നുകൂടെ വായിക്കുമ്പോൾ നമുക്ക് അവിടെ ആ എറർ സ്പോട്ട് ചെയ്യാനും നമുക്കത് കറക്റ്റ് ചെയ്യാനും പറ്റും. അത് റാൻഡം എറർ ആണെങ്കിൽ മാത്രമാണ് കേട്ടോ. നമുക്ക് അതിന്റെ ഉത്തരം അറിയില്ലെങ്കിൽ രണ്ടാമതല്ല, മൂന്നാമതല്ല, നാലാമത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ റാൻഡം എറർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നും കൂടെ വായിക്കുമ്പോൾ അയ്യോ ഇതെന്താ ഞാൻ ഇങ്ങനെ എഴുതിയേക്കുന്നതെന്ന് മനസ്സിലാക്കി നമ്മൾ തിരുത്താനുള്ള ഒരു അവസരം നമുക്ക് അവിടെ കിട്ടും. അപ്പൊ റാൻഡം എറർ അവോയ്ഡ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? ടെസ്റ്റ് റീടെസ്റ്റ് റിലയബിലിറ്റി ഉപയോഗിക്കാം. ഇനി കോണ്ടന്റ് വാലിഡിറ്റി എന്താണ്? എത്ര നന്നായിട്ടാണ് ഒരു ടെസ്റ്റ് അതിന്റെ എല്ലാ ഭാഗങ്ങളും എല്ലാ റെലവെന്റ് പാർട്ടുകളും കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് കോണ്ടന്റ് വാലിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് എത്ര നന്നായിട്ടാണ് നമ്മൾ എന്തിനെയാണോ മെഷർ ചെയ്യേണ്ടത് അതിന് എത്ര നന്നായിട്ടാണ് മെഷർ ചെയ്തിരിക്കുന്നത് എന്നതിന്റെ ഒരു കണക്കാണ് കോണ്ടന്റ് വാലിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ എന്താണോ മെഷർ ചെയ്യേണ്ടത് അത് തന്നെയാണോ മെഷർ ചെയ്തിരിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തുന്നതിനെയാണ് നമ്മൾ കോണ്ടന്റ് വാലിഡിറ്റി എന്ന് പറയാം. ഓക്കെ, അപ്പൊ അത് റാൻഡം എറർ അല്ല. ഇനി എന്താണ് എക്സ്പെരിമെന്റൽ ബയസ് എന്ന് പറയുന്നത്? എക്സ്പെരിമെന്റ് ചെയ്യുന്ന ആള് ബയസ് ആവുക. അതായത് ഇപ്പൊ ഞാനൊരു എക്സ്പെരിമെന്റ് ചെയ്യുകയാണ് നിങ്ങളുടെ പുറത്ത്, അപ്പൊ എനിക്കൊരു പക്ഷഭേദം ഉണ്ടാവുക. ഇയാളല്ലേ, അപ്പൊ അയാളത് കറക്റ്റ് ആയിരിക്കും, ഞാനത് നോക്കണ്ട. അപ്പൊ ആൻസർ ഷീറ്റ് ഒക്കെ ചെക്ക് ചെയ്യുന്ന ചില സമയത്ത് ചില ടീച്ചേഴ്സ് സ്ഥിരം നന്നായിട്ട് മാർക്ക് വാങ്ങിക്കുന്ന കുട്ടികളെ ചിലപ്പോൾ വായിക്കാത്ത ചില ടീച്ചേഴ്സിനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതെന്താണ്? എക്സ്പെരിമെന്റൽ ബയസ് ആണ്. ഇന്ന കുട്ടി ആയതുകൊണ്ട് അവൻ എന്താണല്ലോ നല്ല, അവന് തെറ്റൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങ് ചെയ്തു പോയി കഴിഞ്ഞാൽ അവിടെ എന്താണ്? അത് എക്സ്പെരിമെന്റൽ ബയസ് ആണ്. നമ്മൾ വായിക്കണം അല്ലേ? നെക്സ്റ്റ് ഈസ് ടെസ്റ്റ് റീടെസ്റ്റ് റിലയബിലിറ്റി പറഞ്ഞു. എന്താണ് ഡിമാൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്? ഡിമാൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആർ ക്യൂസ്. ക്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൂ ആണ്. ക്ലൂ ക്യൂസ് ദാറ്റ്, ക്യൂ എന്ന് പറയുന്നതിന്റെ മീനിങ് ക്ലൂ എന്നാണ്, അല്ലെങ്കിൽ ചില സൈനുകൾ എന്നൊക്കെ പറയില്ലേ. ഡിമാൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആർ ക്യൂ ദാറ്റ് മൈറ്റ് ഇൻഡിക്കേറ്റ് ദ റിസർച്ച് ഒബ്ജക്റ്റീവ്സ് ടു പാർട്ടിസിപ്പൻസ്. അതായത് ഈ ഡിമാൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ നിങ്ങളുടെ പുറത്തൊരു റിസർച്ച് ചെയ്യുവാണ്, നിങ്ങളത് അറിയുന്നില്ല. നിങ്ങളത് അറിയുന്നില്ലെങ്കിലല്ലേ എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള മെഷർമെന്റ് കിട്ടുള്ളൂ. ഞാൻ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കുരുത്തക്കേട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ അത് നിർത്തൂല്ലേ? കാരണം എന്താണ്? ഞാൻ നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ അത് ചെയ്യില്ല. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ അറിയാൻ പാടില്ല. പക്ഷെ ഡിമാൻഡ് ക്യാരക്ടറിസ്റ്റിക്സിൽ എന്താ സംഭവിക്കുന്നത്? അത് പാർട്ടിസിപ്പൻസിന് ഏതെങ്കിലും രീതിയിൽ ഒരു ക്ലൂ കൊടുക്കും. ഞാൻ ഒബ്സർവ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ മനസ്സിലാവുന്ന ഒരു ക്ലൂ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ അത് എന്റെ റിസർച്ചിനെ ബാധിക്കില്ലേ? എങ്ങനെ ബാധിക്കും? കാരണം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടെന്ന്. അത് നിങ്ങൾക്ക് ആ ഒരു ക്യൂ കിട്ടി അല്ലെ, ആ ഒരു ക്ലൂ കിട്ടി. അതിനെയാണ് ഡിമാൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയാം. അപ്പൊ നിങ്ങൾ എന്താവും? നിങ്ങൾ ആ റിസർച്ച് നിങ്ങളുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യും. അപ്പൊ എന്റെ റിസർച്ച് എന്താവില്ല? കറക്റ്റ് ആവില്ല. ക്ലിയർ ആണോ? അപ്പൊ നമ്മുടെ ആൻസർ ഇവിടെ എന്താണ്? ടെസ്റ്റ് റീടെസ്റ്റ് റിലയബിലിറ്റി ആണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ക്വാളിറ്റേറ്റീവ് റിസർച്ചേഴ്സ് ക്രിട്ടിസൈസ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഫോർ ഇറ്റ്സ് ടെൻഡൻസി ടുവേർഡ്സ്. അതായത് ക്വാളിറ്റേറ്റീവ് റിസർച്ചർ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിനെ ക്രിട്ടിസൈസ് ചെയ്യാണ്. എന്തിന്റെ പേരിലാണ്? ഒന്നാമത്തത് എംഫസിസ് ഓൺ എവിഡൻസ് ആണ്. അത് ക്രിട്ടിസൈസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? അത് നല്ലതല്ലേ? ക്വാളിറ്റേറ്റീവ് റിസർച്ചർ പറയാണ് നിങ്ങളുടെ റിസർച്ച് ഭയങ്കരമായിട്ട് എവിഡൻസിനെ എംഫസൈസ് ചെയ്യണമെന്ന്. അത് ഒരു മോശം കാര്യമാണോ? അത് നല്ലതല്ലേ? നമ്മൾ എവിഡൻസിനെ വെച്ചിട്ട് തന്നെയല്ലേ ചെയ്യേണ്ടത്. അപ്പൊ അത് എങ്ങനെയാ മോശമാവുന്നത്? അതൊരിക്കലും മോശമാവില്ല. അപ്പൊ അത് നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇനി ബി നോക്കിയേ, ഫോക്കസ് ഓൺ എംപിരിസിസം. എംപിരിസിസം എന്ന് പറയുന്നത് എന്താണ്? പ്രൂഫിനെ ബേസ് ചെയ്യണത് അല്ലെങ്കിൽ എക്സ്പെരിമെന്റിനെ ബേസ് ചെയ്യണത്. അത് നല്ലതല്ലേ? അതിനെങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യേണ്ടത്? നിങ്ങൾ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്ത് കൃത്യമാണോ നോക്കിയിട്ടാണ് റിസർച്ച് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് നമുക്ക് അവരെ ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ അത് നല്ലതല്ലേ? അപ്പൊ നല്ല കാര്യങ്ങൾ വെച്ചിട്ട് എങ്ങനെയാ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുക? എയും ബിയും പറ്റില്ല. ഇനി സി ഡി നോക്കാം. അതിൽ ഡി നോക്കിയേ, ഒബ്സഷൻ വിത്ത് ക്രിയേറ്റിവിറ്റി. നിങ്ങൾ ഭയങ്കര ക്രിയേറ്റീവ് ആണെന്ന്. ക്രിയേറ്റിവിറ്റീനെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റുമോ? ഇനിയിപ്പോ അത് ഉണ്ടെങ്കിൽ തന്നെ
ഭയങ്കര ക്രിയേറ്റീവാ, ഭയങ്കര മോശമാണത്, ഭയങ്കര ക്രിയേറ്റീവാണ്. എന്ത് മോശമാണതെന്ന് നമ്മൾ പറയോ? ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യേണ്ട ഒരു ക്വാളിറ്റി അല്ല. അപ്പൊ ക്രിട്ടിസൈസ് ചെയ്യേണ്ട ക്വാളിറ്റി, അപ്പൊ ഇതിനകത്ത് ക്രിട്ടിസൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആൻസർ ആയിരിക്കും കിട്ടേണ്ടത്. അപ്പൊ ആ ഒരു സെൻസിലാണ് നിങ്ങൾ ആൻസറിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ചോദ്യത്തിന്റെ ഉത്തരം അറിയില്ലെങ്കിൽ പോലും ഈ രീതിയിൽ നിങ്ങൾക്ക് ഇത് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പൊ ക്രിട്ടിസൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് വരേണ്ടത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ആൻസർ ആണെന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഉത്തരം അറിയില്ലെങ്കിൽ പോലും ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമായിരുന്നു. അല്ലേ? അല്ലോ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഒരു രീതിയിലും നമുക്ക് അറിയില്ലാത്ത സംഭവത്തിന് നമുക്ക് ഇങ്ങനെ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അതല്ലാണ്ട് നമ്മൾ 100 ചോദ്യങ്ങൾ കാണാതെ പഠിച്ചത് കൊണ്ട് നമുക്ക് ഒരു കാര്യമില്ല. 100 ചോദ്യങ്ങൾ പഠിക്കുമ്പോൾ ആ 100 ചോദ്യത്തിനെയും നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ 101ാമത്തെ ചോദ്യം വരുമ്പോ നമുക്കത് ഒരു പ്രശ്നമാവില്ല. അതേസമയം നമ്മൾ 100 ചോദ്യങ്ങളുടെ ഉത്തരം കാണാതെ പഠിച്ചു എന്ന് വിചാരിച്ചോ, 101ാമത്തെ ഒരു ചോദ്യം വരുമ്പോ ആ 100 ചോദ്യത്തിൽ വരാത്ത ചോദ്യമാണ്, നമുക്ക് എഴുതാൻ പറ്റില്ല. കാരണം നമ്മൾ 100 കാണാതെ പഠിച്ചിട്ടുള്ളൂ. ആ 100 നിന്നും അല്ല, 101ാമത്തെ ഒരു ചോദ്യം വന്നേക്കുവാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതേസമയം നമ്മൾ ഈ 100 ചോദ്യങ്ങൾ പഠിക്കുമ്പോൾ ആ 100 ചോദ്യത്തിന്റെ അപ്രോച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 101ാമത്തെ ഒരു ചോദ്യം വരുമ്പോൾ ആ അപ്രോച്ച് അവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അതാണ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ റിഡക്ഷനിസം ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ എന്താണ് ഈ റിഡക്ഷനിസം എന്ന് പറഞ്ഞാൽ? അത് എങ്ങനെയാണ് നെഗറ്റീവ് ആയത്? റെഡ്യൂസിങ് കോംപ്ലക്സ് ഫിനോമിന ഇൻ ടു ദെയർ മോസ്റ്റ് ബേസിക് പാർട്സ്, അതിനെയാണ് റിഡക്ഷനിസം എന്ന് പറയാ. ഇറ്റ് ഈസ് ഓഫൺ കോൺട്രാസ്റ്റഡ് വിത്ത് ഹോളിസം. നമ്മൾ എപ്പോഴും ഒരു കാര്യത്തിനെ ഹോൾ ആയിട്ടാണ് പഠിക്കേണ്ടത്, പാർട്ടായിട്ടല്ല. അത് നിങ്ങൾ ഇപ്പൊ തന്നെ മനസ്സിലാക്കി വെക്കുക. അതായത് ഇപ്പൊ നമ്മൾ എപ്പോഴും പറയില്ലേ, ഒരാളുടെ ഒരു സ്വഭാവം വെച്ചിട്ടാണ് നമ്മൾ അയാളെ മനസ്സിലാക്കേണ്ടത്. അയാളുടെ മൊത്തത്തിലുള്ള ഒരു സ്വഭാവം വെച്ചിട്ടല്ലേ നമ്മൾ ഒരാളുടെ ക്യാരക്ടറിനെ പറയുന്നത്. ഇപ്പൊ ഒരാൾക്ക് ഒരു ചീത്ത സ്വഭാവം ഉണ്ടെന്ന് വിചാരിച്ചോ, അത് വെച്ചിട്ട് അയാൾ മോശമാണെന്ന് നമ്മൾ പറയാൻ പറ്റുമോ? അത് അയാളുടെ ഒരു ട്രൈറ്റ് ആണ്, അല്ലെ? അത് വൺ ഓഫ് ദി ട്രൈറ്റ്സ് ആണ്. അയാളുടെ മൊത്തത്തിലുള്ള സ്വഭാവത്തിന് വിലയിരുത്തിയിട്ടാണ് നമ്മൾ അയാള് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്, അല്ലെ? ആരും പെർഫെക്റ്റ് അല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ പാർട്ടായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് തെറ്റ് വരാനുള്ള സാധ്യത. അപ്പൊ റിഡക്ഷനിസം അല്ല നമുക്ക് വേണ്ടത്, നമുക്ക് എന്താണ്, ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ആണ് വേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചുകാർ എന്താ ചെയ്യണത്? അവര് എല്ലാത്തിനെയും റെഡ്യൂസ് ചെയ്യും ഇൻ ടു ബേസിക് പാർട്സ്. അതിനാര് ക്രിട്ടിസൈസ് ചെയ്യുന്നു? ക്വാളിറ്റേറ്റീവ് റിസർച്ചുകാര്. അപ്പൊ ഇതും കൂടെ ഇവിടെ പഠിച്ചു വെക്കാം. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചേഴ്സ് എപ്പോഴും അവരുടെ കയ്യിൽ എന്ത് കിട്ടിയാലും അതിനെ റെഡ്യൂസ് ചെയ്ത് ഏറ്റവും ബേസിക് പാർട്ടിലേക്ക് കൊണ്ടുവരും എന്നുള്ള കാര്യം കൂടെ ഇതിന്റെ കൂട്ടത്തിൽ മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണല്ലോ? 9ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് മെത്തേഡ് ഈസ് അപ്രോപ്രിയേറ്റ് ടു റെഡ്യൂസ് റാൻഡം എറർ? റാൻഡം എറർ അവോയ്ഡ് ചെയ്യാൻ നമ്മൾ ഏത് മെത്തേഡാണ് ഉപയോഗിക്കേണ്ടതെന്നാണ് ചോദ്യം. 1ാമത്തെ ഓപ്ഷൻ നോക്കാം. സിലക്ട് ലാർജ് സാമ്പിൾ സൈസ്. വലിയ സാമ്പിൾ എടുക്കുക. അപ്പൊ നമ്മുടെ റാൻഡം എറർ കുറയോ? റാൻഡം എറർ എങ്ങനെ സംഭവിച്ചതാ? എന്റെ അശ്രദ്ധ മൂലം സംഭവിച്ചതാണ്, അല്ലെ? അപ്പോ ഞാൻ വലിയ സാമ്പിൾ എടുത്തു അല്ലെങ്കിൽ ചെറിയ സാമ്പിൾ എടുത്തു, അതല്ല ഇവിടുത്തെ മാറ്റർ, അല്ലെ? എന്റെ ശ്രദ്ധക്കുറവ് കാരണമാണ് റാൻഡം എറർ സംഭവിച്ചത്. അപ്പൊ ഞാൻ അതായത് ഇപ്പൊ നമ്മൾ ഇങ്ങനെ പറയുന്ന പോലെയാണ്, അതായത് വലിയ പാത്രം എടുത്തുകൊണ്ടാണ് ഇത് ശരിയാവാതെ വന്നത്, അല്ലെങ്കിൽ നമ്മൾ നീല കളർ മഷിയിൽ എഴുതിയതുകൊണ്ടാണ് ഇത് തെറ്റിപ്പോയതെന്ന് പറയുന്ന പോലെയാണ്. റാൻഡം എറർ വന്നത് നമ്മുടെ ശ്രദ്ധക്കുറവ് കാരണമാണ്, അതല്ലാതെ നീല പെൻ ഉപയോഗിച്ചോ അല്ലെങ്കിൽ വെള്ള പേപ്പറിൽ എഴുതിയതുകൊണ്ടോ മഞ്ഞ പേപ്പറിൽ എഴുതിയതുകൊണ്ടോ സംഭവിച്ചതല്ല, അല്ലെ? അപ്പൊ അത് എന്താണ്, വലിയ സാമ്പിൾ സൈസ് ഉപയോഗിച്ചത് കൊണ്ട് റാൻഡം എറർ കുറയ്ക്കാൻ പറ്റില്ല. റാൻഡം എറർ എങ്ങനെ കുറയ്ക്കാൻ പറ്റുള്ളൂ? ഒന്നും കൂടെ വായിക്കുക അല്ലെങ്കിൽ ഒന്നും കൂടെ ചെയ്തു നോക്കുക, അതിലൂടെ മാത്രമേ നമുക്കത് കുറയ്ക്കാൻ പറ്റുള്ളൂ. ഇനി ബി നോക്കിയേ. അഡ്മിനിസ്റ്റർ ദ ടെസ്റ്റ് ആഫ്റ്റർ എ ഗ്യാപ്പ് ഓഫ് 1 വീക്ക്. അതായത് ആദ്യം ഒരു എക്സ്പെരിമെന്റ് ചെയ്തു, അപ്പൊ റാൻഡം എറർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരാഴ്ച വെയിറ്റ് ചെയ്തിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ചെയ്യുക. അതാണോ ചെയ്യേണ്ടത്? അതായത് ഇപ്പൊ നിങ്ങൾ എക്സാം എഴുതി, അപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള നിങ്ങളുടെ ആൻസർ ഷീറ്റിലുള്ള റാൻഡം എറർ കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യുക? അപ്പൊ തന്നെ ഒന്നുകൂടെ വായിച്ചു നോക്കുകയല്ലേ ചെയ്യുക. അതല്ലാതെ ഒരാഴ്ച കഴിഞ്ഞ് ഈ ആൻസർ ഷീറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ ആൻസർ ഷീറ്റ് വാങ്ങിച്ച് നമുക്ക് തിരുത്താൻ പറ്റുമോ? ഇല്ല. അപ്പൊ റാൻഡം എറർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് 1 വീക്ക് കഴിഞ്ഞിട്ട് ചെയ്യുക എന്നുള്ളതല്ല. റാൻഡം എറർ കുറയ്ക്കാനാണെങ്കിൽ ചെയ്തത് ഒന്നും കൂടെ അപ്പൊ തന്നെ ചെയ്യുക എന്നുള്ളതാണ്, അല്ലെ? 1 വീക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ റാൻഡം എറർ ആണെങ്കിൽ. റാൻഡം എറർ എന്ന് പറയുന്നത് നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ടാണ്.
അപ്പൊ ഒന്നും കൂടെ അപ്പൊ തന്നെ ചെയ്യാന്നുള്ളതാണ്. ഇനി സി നോക്കിയേ, അഡ്മിനിസ്റ്റർ ദ ട്രീറ്റ്മെന്റ് ഇൻ ദ സെയിം വേ എവറി ടൈം. ഒരേ തരത്തിൽ തന്നെ വീണ്ടും വീണ്ടും ചെയ്തു നോക്കുക. അതായത് നമ്മൾ ചെയ്തത് ഒന്നും കൂടെ ചെയ്തു നോക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതല്ലേ നമ്മൾ റാൻഡം എറർ കുറയ്ക്കാൻ വേണ്ടി ചെയ്യേണ്ടത്. ഇനി ഡി നോക്കിയേ, അഡ്മിനിസ്റ്റർ മാനിപ്പുലേഷൻ ചെക്സ്. മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. നിങ്ങൾ മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മനഃപൂർവ്വം ഞാൻ നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ പറയാണ് നിങ്ങളുടെ അടുത്ത്, അതെ അങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ചെയ്ത് എനിക്കറിയാതെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തെറ്റാവുന്നു. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ്, അത് അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ചില ആളുകൾ ഭയങ്കര മെനിപ്പുലേറ്റീവ് ആയിരിക്കും. അപ്പൊ അവരെന്ത് പറയും, അത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ കിട്ടും, അപ്പൊ അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ എന്ന് പറയുമ്പോൾ നിങ്ങൾ അതേപോലെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോയി. അപ്പൊ ഞാൻ അവിടെ എന്താ ചെയ്തത്? മാനിപ്പുലേഷൻ ആണ്. ഞാൻ ഈ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ അറിയാതെ ചെയ്തതാണോ അത്? അല്ല, ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണ് ആ പ്രോസസ്സ്. അപ്പൊ റാൻഡം എറർ എന്ന് പറയുന്നത് അറിയാതെ സംഭവിക്കുന്നതാണ്, അറിഞ്ഞുകൊണ്ട് തെറ്റിച്ചതല്ല. അപ്പൊ മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് എന്താണ്? അറിഞ്ഞുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യുവാണെങ്കിലാണ് മാനിപ്പുലേഷൻ ചെക്ക് ആവശ്യമുള്ളൂ. റാൻഡം എറർ എന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റല്ല. അപ്പൊ ആ മാനിപ്പുലേഷൻ എന്നുള്ളത് അവിടെ നിന്ന് കട്ട് ചെയ്യാം. നമ്മുടെ ആൻസർ എന്തായിരിക്കും? സി ആയിരിക്കും. ക്ലിയർ ആണോ? ഇവിടെ ഓരോ വേർഡിനെയും ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങളിത് ഇങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഓരോ വേർഡിന്റെയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ മനസ്സിലാക്കുക. ഓക്കെ, 10th ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ റിലേഷൻ ടു കോഡ് ഓഫ് കോണ്ടക്ട് ഇൻ റിസർച്ച്, വാട്ട് ഡസ് APA സ്റ്റാൻഡ്സ് ഫോർ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. അതായത് ഫുൾ ഫോം, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. അപ്പൊ APA ഫുൾ ഫോം എന്താണ്? അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ. അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ. ഇനി ഇത് ചിലപ്പോ മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു സൈഡിൽ ഓരോരോ അബ്രിവിയേഷൻ തന്നിട്ട് ഇപ്പുറത്ത് അതിന്റെ ഫുൾ ഫോം ചോദിക്കാം. അപ്പൊ ചിലപ്പോ 1-2 ഒക്കെ നമുക്ക് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അതും പഠിച്ചു വെക്കാം അങ്ങനെ തന്നെ. ഇനി 11ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ദി ഐഡന്റിഫിക്കേഷൻ ഓഫ് റിസർച്ച് ഓഫ് ഹെർ അല്ല കേട്ടോ, ഓഫ് റിസർച്ച് പ്രോബ്ലം ഇൻവോൾവ്സ്. റിസർച്ച് പ്രോബ്ലത്തിനെ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ്. സെലക്ഷൻ ഓഫ് ദി അക്കാഡമിക് ഏരിയ, ഡിമാർക്കേഷൻ ഓഫ് ദി സ്റ്റഡി ഏരിയ, റിജക്ഷൻ ഓഫ് പേഴ്സണൽ ആൻഡ് കളക്റ്റീവ് ചോയ്സസ്, സ്പെസിഫിക് ടോപ്പിക്സ് വിത്തിൻ ദി ഏരിയ, മാനേജ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ സോഴ്സസ്. ഇതിനകത്ത് ഒരു റിസർച്ച് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഏതാണെന്ന് അങ്ങ് മാറ്റിയാ പോരെ. നമ്മുടെ പേഴ്സണൽ ആൻഡ് കളക്റ്റീവ് ചോയ്സസ് റിജക്ട് ചെയ്യുമോ? അത് തെറ്റല്ലേ? ഞാനൊരു റിസർച്ച് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുമ്പോൾ എന്റെ പേഴ്സണൽ ചോയ്സ് അല്ലേ അവിടെ ഞാൻ എടുക്കുന്നത്. അതല്ലാണ്ട് എന്റെ പേഴ്സണൽ ചോയ്സിനെ റിജക്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളൊരു റിസർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ റിസർച്ച് ടോപ്പിക് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സിനെ കൺസിഡർ അല്ലേ ചെയ്യുക? ഓക്കെ, എനിക്ക് ഇന്ന ഏരിയ ഇഷ്ടമാണ്, അപ്പൊ ഞാൻ ആ റിസർച്ച് ചെയ്യാം. ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്? റിജക്ഷൻ ഓഫ് പേഴ്സണൽ ആൻഡ് കളക്റ്റീവ് ചോയ്സസ് എന്നാണ്. അപ്പൊ അത് തെറ്റല്ലേ? മൂന്നാമത്തത് എന്തില്ല? ആൻസർ ആയിട്ട് വരില്ല. അപ്പൊ മൂന്നാമത്തെ ഓപ്ഷൻ വരുന്ന എല്ലാം ഒമിറ്റ് ചെയ്താൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. 1, 2, 4 വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താം. ഇനി 5 നോക്കിയേ, മാനേജ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ സോഴ്സസ്. നമ്മൾ റിസർച്ച് ടോപ്പിക് തുടങ്ങുമ്പോൾ തന്നെ ഇതിനുള്ള പൈസ ഞാൻ എവിടുന്ന് ഉണ്ടാക്കും എന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങുന്നത്? അല്ല. നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ അങ്ങനെ വിചാരിക്കും അങ്ങനെയാണോ എന്ന്, പക്ഷെ അല്ലല്ലോ. ഇനി ആ മൂന്നാമത്തത് അവിടെ വരില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയാൽ തന്നെ മൂന്നാമത്തെ വരുന്ന ഓപ്ഷൻസ് ഒക്കെ കട്ട് ചെയ്യാം. ഇത് പല കോമ്പറ്റീറ്റീവ് എക്സാമിനും ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അതായത് UPSC പോലുള്ള എക്സാമിന് വരെ ആൾക്കാർ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം ഉറപ്പായിട്ടും തെറ്റായിരിക്കും, ഏതെങ്കിലും ഒരു ഓപ്ഷൻ. ആ തെറ്റായിട്ടുള്ള ഓപ്ഷനെ കണ്ടുപിടിച്ചിട്ട് ആ ഓപ്ഷൻ വരുന്ന കോഡുകളൊക്കെ അങ്ങ് കളയാം. ആൻസറിലേക്ക് എത്താൻ പറ്റും. ഒരു പരിധി വരെ ഇതൊക്കെ നമ്മുടെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ നമ്മളെ സഹായിക്കും. അപ്പൊ ഏതൊക്കെയാണ് അവിടെ വരുന്നത്? സെലക്ഷൻ ഓഫ് അക്കാഡമിക് ഏരിയ, ഡിമാർക്കേഷൻ ഓഫ് സ്റ്റഡി ഏരിയ, സ്പെസിഫിക് ടോപ്പിക്സ് വിത്തിൻ ദി ഏരിയ. ഇതൊക്കെ നമ്മൾ റിസർച്ച് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അല്ലെ. ആ റിസർച്ച് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ബാക്കിയുള്ള രണ്ടും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ ആണല്ലോ. 12ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. പാർട്ടിസിപ്പേറ്ററി റിസർച്ച് ഈസ് ഓൾസോ ഡിസ്ക്രൈബ്ഡ് ആസ്. ഇതും നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ അവിടെ പാർട്ടിസിപ്പേഷന്റെ ഒരു പ്രസക്തി വരുന്നുണ്ടോ? ഗ്രൂപ്പ്, ഗവൺമെന്റ്. ഇവിടെ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്
ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അവിടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടെന്ന് നിർബന്ധമില്ല. ഒരു ഗ്രൂപ്പ് ഒട്ടും ആക്റ്റീവ് അല്ലാത്തതിനെ നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയും. കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോഴെന്താണ്, ആക്റ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പിനെയാണ് നമ്മൾ കമ്മ്യൂണിറ്റി എന്ന് പറയാ. അപ്പൊ അവിടെ പാർട്ടിസിപ്പേറ്ററി റിസർച്ച് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. നമ്മുടെ ആൻസർ എന്താണ്? സി ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 13. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എൻ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? ഇതിനകത്ത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളതെന്നാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ആ വേർഡ് പ്രത്യേകം നോട്ട് ചെയ്യണം. ഇൻകറക്റ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതിനകത്ത് ശരിയായിട്ടുള്ളതെല്ലാം കളഞ്ഞിട്ട് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ ആദ്യത്തെ ഓപ്ഷൻ നോക്കാം. എക്സ്പോസ്ഡ് ഫാക്ടർ റിസർച്ച് യൂസസ് ഡേറ്റ ദാറ്റ് യു കളക്ടഡ് ബിഫോർ യു കെയിം അപ്പ് വിത്ത് യുവർ ഹൈപ്പോത്തിസിസ്. അവിടെ നമ്മൾ മിസ്ലീഡ് ചെയ്യപ്പെടാൻ ചാൻസ് ഉണ്ട്. നമ്മൾ വിചാരിക്കും എക്സ്പോസ്ഡ് ഫാക്ടർ എന്ന് പറയുമ്പോൾ കഴിഞ്ഞിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ ഇവിടെ ബിഫോർ യൂസ് ചെയ്തിട്ടുണ്ട്, തെറ്റല്ലേ എന്ന് വിചാരിക്കും. പക്ഷേ അവിടെ മുദ്ര ശ്രദ്ധിക്കണം. എന്താണ്? എക്സ്പോസ്ഡ് ഫാക്ടർ റിസർച്ചിലെ ഡേറ്റ എപ്പോ കളക്ട് ചെയ്തതായിരിക്കും? നമ്മൾ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യുന്നതിന് മുന്നേ. മനസ്സിലായോ? അതായത് ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞിട്ട് ആ ഡേറ്റ അവിടെ ഉണ്ട്. സംഭവിച്ചു കഴിഞ്ഞ ആ ഡേറ്റ, അതായത് ഇപ്പൊ ഒരു കമ്പനി പൊളിഞ്ഞു, അതവിടെ സംഭവിച്ചു കഴിഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്യുവാണ്? ഞാൻ ആ കമ്പനി എന്തുകൊണ്ട് തകർന്നു പോയി എന്നുള്ളതിനെ പറ്റി പഠനം നടത്തുവാണ്. അപ്പൊ ഞാനൊരു ഹൈപ്പോത്തിസിസ് വെക്കുവാണ്. എന്താണ്? ഈ കമ്പനിയിലെ എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല അവരുടെ സാലറിയിൽ, അതാണ് അവരുടെ ആ കമ്പനിയുടെ തകർച്ചക്ക് കാരണം എന്ന് ഞാൻ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോ ആ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഡേറ്റയാണോ ഞാൻ കളക്ട് ചെയ്യുക, അതോ അതിന് മുന്നേ ഉള്ള ഡേറ്റയാണോ കളക്ട് ചെയ്യുക? അതിന് മുന്നേ ഉള്ളതല്ലേ. കാരണം കമ്പനി പൊളിഞ്ഞപ്പോ ആ ഡേറ്റ ഇല്ലേ അവിടെ, അത് ഓൾറെഡി അവിടെ ഉണ്ടല്ലോ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഡേറ്റയാണ് കളക്ട് ചെയ്യുക. പക്ഷെ ഈ മുന്നേ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങ് തെറ്റാണെന്ന് വിചാരിക്കും. കാരണം എക്സ്പോസ്ഡ് ഫാക്ടർ എന്ന് പറയുമ്പോൾ സംഭവിച്ചു കഴിഞ്ഞിട്ട് പഠിക്കുന്നതല്ലേ, അപ്പൊ ബിഫോർ എന്ന് പറയുന്നത് തെറ്റല്ലേ എന്ന്. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഞാൻ എന്റെ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഡേറ്റ കളക്ട് ചെയ്യുന്നത്. അത് ശരിയല്ലേ? സംഭവിച്ചു കഴിഞ്ഞു, ആ കഴിഞ്ഞിട്ടുള്ള ഡേറ്റ, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യുന്നത്. അവിടെ ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ആ കാര്യം പറഞ്ഞതിൽ എവിടെയെങ്കിലും സംശയമുണ്ടോ? ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളിലൊക്കെയാണ് തെറ്റിപ്പോണത്. ഒന്നുകൂടെ പറയണോ ആ ഏരിയ? മനസ്സിലായോ? അതായത് ഒരു കാര്യം സംഭവിച്ചു, ആ സംഭവിച്ചു കഴിഞ്ഞിട്ടുള്ള ഡേറ്റേനെയാണ് നമ്മൾ എവിടെ കളക്ട് ചെയ്യുക? എക്സ്പോസ്ഡ് ഫാക്ടറിൽ കളക്ട് ചെയ്യുക അല്ലേ? അപ്പോ ഹൈപ്പോത്തിസിസ് അതും കഴിഞ്ഞിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഹൈപ്പോത്തിസിസിന് മുന്നേ ഉള്ള ഡേറ്റ തന്നെ നമ്മൾ കളക്ട് ചെയ്യുന്നത്. അതായത് ഒരു കാര്യം, ആ കാര്യം സംഭവിച്ചു കഴിഞ്ഞു, ആ സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള ഡേറ്റയാണ് കളക്ട് ചെയ്യേണ്ടത് അല്ലെ? ആ സംഭവിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ഒബ്വിയസ്ലി ഡേറ്റ എപ്പോ ഉള്ളതായിരിക്കും? നമ്മൾ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യുന്നതിന് മുന്നേ ഉള്ളതായിരിക്കും. നമ്മൾ എപ്പോഴാണ് ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്തത്? ആ കമ്പനി തകർന്നു, എന്തുകൊണ്ട് തകർന്നു എന്നുള്ള പഠിക്കാൻ ഞാൻ തീരുമാനിച്ചപ്പോഴാണ് ഞാൻ ആ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്തത്. അപ്പൊ ഡേറ്റ അവിടെ അതിന് മുന്നേ തന്നെ ഇല്ലേ? അതായത് ആ കമ്പനി തകർന്നു പോയപ്പോ തന്നെ അതിന്റെ തകർച്ചയ്ക്കുള്ള കാരണങ്ങളൊക്കെ അവിടെ ഓൾറെഡി ആ ഡേറ്റയൊക്കെ അവിടെ തന്നെ ഉണ്ട്. ഞാൻ അതിനെപ്പറ്റി പഠിക്കാൻ തീരുമാനിച്ചപ്പോഴാണ് ഞാൻ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്തത്. അപ്പൊ ഞാൻ എപ്പോഴുള്ള ഡേറ്റ ആയിരിക്കും കളക്ട് ചെയ്യുന്നത്? ഞാൻ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്തതിന് മുന്നേ ഉള്ള ഡേറ്റ ആയിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ എ അല്ല. അവിടെ എ വായിക്കുമ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അത് എടുത്തു പറയുന്നത്. മൂന്നാമത്തത്, ആർക്കിവൽ റിസർച്ച് യൂസസ് ഡേറ്റ കളക്ടഡ് ആൻഡ് സംടൈംസ് കോഡഡ് ബൈ സംവൺ എൽസ്. ശരിയാണ്. ആർക്കൈവ് എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ളവർ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അല്ലെ? ഇപ്പോ നമ്മൾ ഒരു പത്ര ഓഫീസിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആർക്കൈവ് ഉണ്ടാവും. ആർക്കൈവ് എന്ന് പറയുന്നത് നാളെ ഇതുവരെ അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ള പത്രങ്ങളുടെ ഒക്കെ കോപ്പി അവർ സൂക്ഷിച്ചു വെക്കും. അതിനാണ് ആർക്കൈവ് എന്ന് പറയുന്നത്. അപ്പൊ ആർക്കൈവ് എന്ന് പറയുന്നത് നേരത്തെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒരാൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ആർക്കൈവ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ബി തെറ്റല്ല, ശരിയാണ്. സി നോക്കിയേ. ഒബ്സർവേഷണൽ മെത്തേഡ്സ് ആർ യൂസ്ഡ് ഇൻ ബോത്ത് കോറിലേഷണൽ ആൻഡ് എക്സ്പെരിമെന്റൽ റിസർച്ച്. എക്സ്പെരിമെന്റലിലും കോറിലേഷണലിലും നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ഒബ്സർവേഷൻ മെത്തേഡ് ആണ്. കോറിലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള റിലേഷനെ പഠിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? അതിനെ ഒബ്സർവ് ചെയ്യും. എക്സ്പെരിമെന്റൽ റിസർച്ച് ആണെങ്കിലോ അവിടെ നമ്മൾ ഒബ്സർവേഷൻ ആണല്ലേ. ഇപ്പൊ സയൻസിൽ നമ്മൾ ഇങ്ങനെ ഒബ്സർവേഷൻ, വാട്ട് ആർ യുവർ ഒബ്സർവേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ നമ്മൾ എഴുതുക? ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സയൻസ് ലാബിലൊക്കെ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ടല്ലേ എഴുതുക? അപ്പോ കോറിലേഷണൽ റിസർച്ച് ആയാലും എക്സ്പെരിമെന്റൽ റിസർച്ച് ആയാലും രണ്ടിടത്തും എന്ത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്?
ഒബ്സർവേഷണൽ മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ക്ലിയർ ആണല്ലോ? അപ്പൊ ഉറപ്പായിട്ടും ഡി ആയിരിക്കും തെറ്റായിട്ടുള്ളത്. യൂസിങ് എ സ്കാറ്റർ പ്ലോട്ടർ ടു ഗ്രാഫ് യുവർ കോറിലേഷണൽ ഡേറ്റ വിൽ നോട്ട് ടെൽ യു ദ ഡയറക്ഷൻ ഓഫ് ദി റിലേഷൻഷിപ്പ്. സ്കാറ്റർ പ്ലോട്ടർ എന്ന് പറയുന്നത് എന്താണ്? ഒരു 3D ഗ്രാഫാണ്. അതിനകത്ത് സ്ട്രെങ്ത്തും ഡയറക്ഷനും ഒക്കെ അറിയാൻ പറ്റും നമുക്ക്. രണ്ട് വേരിയബിളുകളിലെ സ്ട്രെങ്ത്തും ഡയറക്ഷനും നമുക്ക് അറിയാൻ പറ്റുന്ന പ്ലോട്ട് അല്ലെങ്കിൽ ഗ്രാഫാണ് സ്കാറ്റർ പ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാല് നമ്മളിപ്പോ ഒരു കുട്ടിയുടെ മാർക്ക് കൂടുതലാണോ കുറവാണോ എന്നൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കാൻ പറ്റില്ലേ? അതായത് ഇപ്പൊ ഫസ്റ്റ് സെമ്മിലെ മാർക്ക്, സെക്കൻഡ് സെമ്മിലെ മാർക്ക്, തേർഡ് സെമ്മിലെ മാർക്ക്, അത് ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആയിട്ട് നമ്മൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ആ ഗ്രാഫിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മുകളിൽ നിന്ന് താഴേന്ന് മുകളിലേക്കാണ് വരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആ കുട്ടിയുടെ മാർക്ക് ഓരോ സെമ്മ് കഴിയും തോറും കൂടുകയാണ് എന്ന് മനസ്സിലാക്കാം. ഇനി ഗ്രാഫ് നേരെ താഴത്തോട്ട് കുത്തനെ ആണെങ്കിൽ എന്തായിരിക്കും? അതിന്റെ അർത്ഥം ഫസ്റ്റ് സെമ്മിൽ കുട്ടിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു, സെക്കൻഡ് സെം ആയപ്പോ മാർക്ക് കുറഞ്ഞു, തേർഡ് സെം ആയപ്പോ വീണ്ടും കുറഞ്ഞു, വീണ്ടും കുറഞ്ഞു, വീണ്ടും കുറഞ്ഞു. അപ്പൊ കുട്ടിയുടെ പ്രോഗ്രസ് എന്താണ്? താഴത്തോട്ടാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഒരു ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സ്ട്രെങ്ത്, ഡയറക്ഷൻ ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് തെറ്റാണ്. വിൽ നോട്ട് ടെൽ യു എന്നാണ്. അപ്പൊ അത് തെറ്റല്ലേ? അത് പറഞ്ഞു തരും നമുക്ക് അല്ലേ? അപ്പൊ അത് പറഞ്ഞു തരില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അത് തെറ്റാണ്. അപ്പൊ ഏതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? ഓപ്ഷൻ ഡി ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ക്ലിയർ ആണോ? അടുത്ത ചോദ്യം, ദി അഡ്വാൻറ്റേജസ് ഓഫ് സെക്കൻഡറി അനാലിസിസ് ഇൻ റിസർച്ച്. എന്താണ് ഈ സെക്കൻഡറി അനാലിസിസ് എന്ന് പറയുന്നത്? പ്രൈമറി എന്ന് പറയുമ്പോൾ നമ്മൾ നേരിട്ട് നടത്തുന്നതും സെക്കൻഡറി എന്ന് പറയുന്നത് വേറൊരാൾ ചെയ്തു വെച്ചതിന് നമ്മൾ അനലൈസ് ചെയ്യുന്നതാണ്. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്നാണ് ചോദ്യം. ഒന്നാമത്തെ എന്താണ്? അത് ഇൻഎക്സ്പെൻസീവ് ആണെന്ന്. ശരിയല്ലേ? നമ്മൾ വീണ്ടും പോയി ചെയ്യണോ? അതായത് ഇപ്പൊ ഞാൻ അതിന് പോയി ചെയ്യേണ്ട പൈസ എനിക്ക് ലാഭമല്ലേ? നിങ്ങൾ അത് ചെയ്തു വെച്ചിട്ടുണ്ട്, പിന്നെ എനിക്കത് വീണ്ടും ചെയ്യണ്ട. അപ്പോ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണ്? ഇൻഎക്സ്പെൻസീവ് ആണ്. അപ്പോ 1 എന്നുള്ളത് നമുക്ക് എടുക്കാം. ദർ ഇസ് നോ നീഡ് ടു കൺസ്ട്രക്ട് എ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്. ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് വീണ്ടും കൺസ്ട്രക്ട് ചെയ്യണ്ട. ശരിയാണ്, കാരണം ഓൾറെഡി മെഷർ ചെയ്ത് വെച്ചിട്ടില്ലേ. പിന്നെ ഞാൻ വീണ്ടും ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് കൺസ്ട്രക്ട് ചെയ്യണോ? വേണ്ട, ഓൾറെഡി ചെയ്തു വെച്ചേക്കുന്നതാണ്. രണ്ടാമത്തതും ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. ഡേറ്റ ആർക്കൈവ്സ് ആർ വാല്യുബിൾ സോഴ്സ്. ശരിയല്ലേ? ഡേറ്റ ആർക്കൈവുകൾ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു സോഴ്സ് ആണ്. ശരിയാണ്. ഇതുപോലുള്ള ഡേറ്റയൊക്കെ നമുക്ക് സൂക്ഷിച്ചു വെക്കുന്ന ഒരു സോഴ്സ് ആണ് ഡേറ്റ ആർക്കൈവ് എന്ന് പറയുന്നത്. അത് വളരെ ഉപകാരപ്പെടുന്ന ഒരു സോഴ്സ് അല്ലേ? കാരണം ഈ പറഞ്ഞ പോലെ നമ്മൾ രണ്ടാമത് ചെയ്യാൻ നിൽക്കേണ്ട, അതിന്റെ എക്സ്പെൻസ് കുറക്കാം, അതിന്റെ ബുദ്ധിമുട്ട് കുറക്കാം. അപ്പൊ അതുകൊണ്ട് ഡേറ്റ ആർക്കൈവുകൾ എന്ന് പറയുന്ന ഒരു വാല്യുബിൾ സോഴ്സ് തന്നെയാണ്. മൂന്നാമത്തതും എടുക്കാം. ഇനി നാലാമത്തെ നോക്കിയേ, യൂസ്ഫുൾ ഓപ്പർച്യൂണിറ്റി ഈസ് പ്രൊവൈഡഡ് ടു പ്രൊഡ്യൂസ് വാല്യുബിൾ നോളജ്. അല്ലെ? യൂസ്ഫുൾ ഓപ്പർച്യൂണിറ്റി ഈസ് പ്രൊവൈഡഡ് ടു പ്രൊഡ്യൂസ് വാല്യുബിൾ നോളജ്. അതും ശരിയാണ്. അഞ്ചാമത്തെ നോക്കിയേ, പ്രൊവൈഡ് ലെസ് ടൈം ടു അണ്ടർസ്റ്റാൻഡ് ഡേറ്റ. ഡേറ്റ മനസ്സിലാക്കാൻ കുറച്ച് സമയം കിട്ടുള്ളൂ. എന്താണ്? അതായത് നിങ്ങളിപ്പോ നേരത്തെ ഒരാൾ ചെയ്തു വെച്ച ഒരു ബുക്ക് വായിച്ചു നോക്കുകയാണെന്ന് വിചാരിച്ചോ, അപ്പൊ നിങ്ങൾക്ക് കുറച്ച് സമയം കിട്ടുള്ളൂ. ആ ബുക്ക് ആരെങ്കിലും എടുത്തോണ്ട് പോവോ? ഇല്ല, അത് അവിടെ തന്നെ കാണും. അതുകൊണ്ട് ലെസ് ടൈം ഒന്നല്ല, നിങ്ങൾക്ക് അത് എപ്പോ വേണേലും യൂസ് ചെയ്യാം അല്ലെ? അപ്പൊ അതുകൊണ്ട് അഞ്ചാമത്തെ ഓപ്ഷൻ മാത്രം വരില്ല. ബാക്കി 4ഉം എന്താണ്? സെക്കൻഡറി അനാലിസിസിന്റെ അഡ്വാൻറ്റേജുകളാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. 1, 2, 3, 4. ക്ലിയർ ആണോ? ഇവിടെ മാച്ച് ദ ഫോളോയിങ് ആണ്. ഇവിടെ കൺസ്ട്രക്റ്റ് വാലിഡിറ്റി, എക്സ്റ്റേണൽ വാലിഡിറ്റി, ഇന്റേണൽ വാലിഡിറ്റി, ഇതൊക്കെ റിസർച്ചിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില ടേം ആണ് അല്ലെ? കൺസ്ട്രക്റ്റ് വാലിഡിറ്റി, ഇന്റേണൽ വാലിഡിറ്റി ആൻഡ് എക്സ്റ്റേണൽ വാലിഡിറ്റി. കൺസ്ട്രക്റ്റ് വാലിഡിറ്റി നമ്മൾ കണ്ടിട്ട്, കോണ്ടന്റ് വാലിഡിറ്റി നമ്മൾ കണ്ടതാണ്. എക്സ്റ്റേണൽ വാലിഡിറ്റി എന്താണ്? ഒരു റിസർച്ച് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എനിക്കത് മറ്റൊരു കോണ്ടെക്സ്റ്റിലേക്കും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇപ്പൊ ഞാനൊരു റിസർച്ച് ചെയ്തു, അത് നിങ്ങൾക്കും കൂടി അല്ലെങ്കിൽ ലോകത്തിലുള്ള എല്ലാവർക്കും ചെയ്യാൻ പാകത്തിനാണെങ്കിൽ അത് എക്സ്റ്റേണൽ വാലിഡ് ആണെന്ന് പറയാം. ഇന്റേണൽ വാലിഡിറ്റി എന്താ ഉദ്ദേശിക്കുന്നത്? എന്റെ റിസർച്ച്, ഞാൻ ചെയ്ത പെർട്ടിക്കുലർ റിസർച്ച് എത്രത്തോളം കറക്റ്റ് ആണ്, എത്രത്തോളം വാലിഡ് ആണ് എന്നുള്ളതാണ് ഇന്റേണൽ വാലിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരു ചായ ഉണ്ടാക്കുമ്പോൾ ആ ചായ എത്രത്തോളം ടേസ്റ്റി ആണ് എന്നുള്ളതാണ് ഇന്റേണൽ വാലിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഞാൻ ഉണ്ടാക്കിയ ചായയുടെ റെസിപ്പി ഉപയോഗിച്ച് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ആരുണ്ടാക്കുമ്പോഴും അതേ രുചിയിൽ ചായ കിട്ടുകയാണെങ്കിൽ അതെന്താണ്? എക്സ്റ്റേണൽ വാലിഡിറ്റി ആണ്. ആ ഒരു എക്സാമ്പിൾ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. അപ്പൊ ഇവിടെ നോക്കിയേ, കൺസ്ട്രക്റ്റ് വാലിഡിറ്റി എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഫോൾട്ടി ഓർ പുവർ മെഷർ റിസൾട്ടിങ് ഇൻ
മിസ്ലേബലിംഗ് ഓർ മിസ്ഇന്റർപ്രിറ്റിംഗ് ബിഹേവിയർ. അതായത് നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന തെറ്റുകളാണ് കൺസ്ട്രക്ട് വാലിഡിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാനൊരു റിസർച്ച് ചെയ്യുമ്പോൾ ആ റിസർച്ചിനെ ഞാൻ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ കൃത്യമാണെങ്കിൽ എനിക്ക് എന്ത് പറയാം? എന്റെ റിസർച്ചിന് കൺസ്ട്രക്ട് വാലിഡിറ്റി ഉണ്ട് എന്ന് പറയാം. അതായത് ഞാനൊരു റിസർച്ച് ചെയ്യുമ്പോൾ ഞാൻ മെഷർ ചെയ്തിരിക്കുന്ന മെത്തേഡ് അല്ലെങ്കിൽ ഞാൻ മെഷർ ചെയ്തിരിക്കുന്നത് കൃത്യമാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? എന്റെ റിസർച്ചിന് കൺസ്ട്രക്ട് വാലിഡിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോ എ നമുക്ക് എവിടേക്ക് മാച്ച് ചെയ്യാം? 1 മാച്ച് ചെയ്യാം. ഇനി ബി നോക്കിയേ, എക്സ്റ്റേണൽ വാലിഡിറ്റി. സാമ്പിൾ ഓഫ് പാർട്ടിസിപ്പന്റ് വാസ് നോട്ട് റെപ്രസെന്റേറ്റീവ് അല്ലെങ്കിൽ അത് എന്തിനെയാ ബാധിക്കുക? എക്സ്റ്റേണൽ വാലിഡിറ്റിനെയാണ്. അതായത് എന്താണ് സാമ്പിൾ വാസ് നോട്ട് റെപ്രസെന്റേറ്റീവ് എന്ന് പറയുന്നത്? അതായത് ഇപ്പൊ ഞാനൊരു റിസർച്ച് ചെയ്യുമ്പോൾ ഒരു കാര്യത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതായിരിക്കണം, എന്നാലല്ലേ എനിക്ക് അതിനെ ജനറലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാനൊരു റിസർച്ച് ചെയ്യുമ്പോൾ ഞാൻ പറയുകയാണ് ഇത് ഇന്ന മേഖലയിലാണ് ഞാൻ റിസർച്ച് ചെയ്യുന്നത്, അപ്പൊ ആ മേഖലയിലുള്ള ഏത് ആൾക്കാർ ചെയ്തു കഴിഞ്ഞാൽ അതേ റിസൾട്ട് കിട്ടും. അപ്പോൾ എക്സ്റ്റേണൽ വാലിഡിറ്റി കിട്ടണമെങ്കിൽ എന്താണ്? റെപ്രസെന്റേഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, റെപ്രസെന്റേഷൻ ഉണ്ടെങ്കിലാണ് ഞാനിപ്പോ 10ാം ക്ലാസ്സിൽ ഒരു കുട്ടീനെ റെപ്രസെന്റ് ചെയ്താൽ പോകുന്നതെന്നുണ്ടെങ്കിൽ ആ 10ാം ക്ലാസ്സുകാർക്ക് മുഴുവൻ ഞാൻ ആപ്ലിക്കബിൾ ആണ് അല്ലെ? അപ്പൊ എക്സ്റ്റേണൽ വാലിഡിറ്റി ഉണ്ട്. ഇപ്പൊ ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിന് ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് മാറ്റർ അല്ല അല്ലെ? ഞാൻ നിങ്ങളെ റെപ്രസെന്റ് ചെയ്ത് പോകുമ്പോഴാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് ഞാൻ പോകുമ്പോഴാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും കൂടി ബാധകമാവുന്നത് അല്ലെ? അപ്പൊ അവിടെ എക്സ്റ്റേണൽ വാലിഡിറ്റി ഉണ്ടാവണമെങ്കിൽ റെപ്രസെന്റേറ്റീവ് ആയിരിക്കണം എന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും സി എവിടേക്ക് മാച്ച് ചെയ്യും? 2 മാച്ച് ചെയ്യും. ട്രീറ്റ്മെന്റ് ആൻഡ് നോൺ ട്രീറ്റ്മെന്റ് ഗ്രൂപ്പ്സ് വെയർ അൺഈക്വൽ ബിഫോർ ദ സ്റ്റഡി ബിഗാൻ. എന്താണ് ട്രീറ്റ്മെന്റ് ഗ്രൂപ്പ്, നോ ട്രീറ്റ്മെന്റ് ഗ്രൂപ്പ്? ഞാനൊരു റിസർച്ച് ചെയ്യുമ്പോൾ ആരുടെ പുറത്താണോ റിസർച്ച് ചെയ്യുന്നത് അത് ട്രീറ്റ്മെന്റ് ഗ്രൂപ്പാണ്. ഞാൻ റിസർച്ച് ആരുടെങ്കിലും പുറത്ത് ചെയ്യുന്നില്ലെങ്കിൽ അവരെന്താണ്? നോ ട്രീറ്റ്മെന്റ് ഗ്രൂപ്പാണ്. അപ്പോൾ ഒരു റിസർച്ച് തുടങ്ങുമ്പോൾ ട്രീറ്റ്മെന്റ് ഗ്രൂപ്പും നോ ട്രീറ്റ്മെന്റ് ഗ്രൂപ്പും എന്താണ്? അൺഈക്വൽ ആയിരിക്കും അല്ലെ? അങ്ങനെയാണെങ്കിൽ അതെന്താണ്? ഇന്റേണൽ വാലിഡിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? ഇപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ബി ആണ്. ഓക്കെ, അപ്പം 1 hour ആയല്ലേ? സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഞാൻ കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ഉണ്ട്, അതിന് ആൻസറും ഉണ്ട്. അപ്പൊ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചാൽ. ഞാൻ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ ആണെങ്കിലും നമ്മൾ ക്ലാസ്സിൽ 10 ക്വസ്റ്റ്യൻ ആണെങ്കിലും ഡിസ്കസ് ചെയ്തെങ്കിലും കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് വായിച്ചിട്ട് എവിടെയെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ എന്നെ ഒന്ന് പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. Okay. Thank you so much.